Hello, good morning, Nisha and Hadita. Good morning, Miss. Late ആണല്ലോ ആളുകളൊക്കെ കയറാൻ താമസിച്ചുകൊണ്ടിരിക്കുന്നു. സൗണ്ട് ക്ലിയർ അല്ലേ? സൗണ്ട് ഇല്ലേ? ഹലോ, ക്ലിയർ ആണ്. നമുക്ക് തുടങ്ങാം. വരുന്നവരൊക്കെ വഴിയെ വരട്ടെ. ടൈമൊക്കെ കഴിഞ്ഞു. 10:05 വരെയായി നമ്മൾ നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട്. എന്തായാലും എന്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്? ഏത് ടോപ്പിക്കാ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ലീക്കേജ് വേസ്റ്റ്. ഓക്കെ, മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്, അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ പറഞ്ഞു. സ്പില്ലേജ് മീൻസ് ലീക്കേജ് ആണ് അല്ലെ? ഹോസ്പിറ്റൽസില് there are different kinds of spillage or leakage which has to be managed properly, otherwise it will cause effects to the environment and also the people who are surrounded by the hospital. ഹോസ്പിറ്റലിന്റെ അകത്ത് ഉള്ള ലീക്കേജുകൾ അതുപോലെ തന്നെ സ്പില്ലേജുകളൊക്കെ നമുക്ക് നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്തില്ല എങ്കിൽ, മാനേജ് ചെയ്തില്ല എങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ആഫ്റ്റർ ഇഫക്ട്സ് കൊണ്ട് അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റുകൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത് അവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ്, അതുപോലെ പേഷ്യൻസ്, സ്റ്റാഫ്, കൂടാതെ ദ ഹോൾ എൻവയോൺമെന്റ്. അതൊരു എൻവയോൺമെന്റിന് പോലും അതൊരു എന്താണ്, ത്രെട്ടനാണ്, ഒരു ഭീഷണിയാണ് എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ? അപ്പൊ നമ്മൾ പറഞ്ഞു എന്തൊക്കെ ഫ്ലൂയിഡ്സ്, എന്തൊക്കെ തരത്തിലുള്ള സ്പില്ലേജുകളാണ് ഒരു ഹോസ്പിറ്റലില് സാധാരണയായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കുക. ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ്, പിന്നെ എന്താ പറയാ എക്സ്ക്രീറ്ററി ഫ്രം അവർ ബോഡീസ്, നമ്മളുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന മറ്റ് പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്താ പറയാ കെമിക്കൽസ്, ഒത്തിരി കെമിക്കൽസ് ലാബിലൊക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. മാത്രമല്ല there are many kinds of dangerous substances which are used in the radioactive purpose അല്ലെ? റേഡിയോ ആക്റ്റീവ് പർപ്പസിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളൊക്കെ എന്താ പറയാ ടെസ്റ്റിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ കുറെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന കെമിക്കൽസും അതുപോലെ തന്നെ ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ഒക്കെ ഒത്തിരി ഉപയോഗിക്കുന്നത് കൊണ്ട് ഇതിൽ നിന്നൊക്കെ ലീക്കേജസ് ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. പോസിബിലിറ്റീനെ നമുക്ക് തടയാൻ പറ്റില്ല, പോസിബിലിറ്റീസ് എന്തായാലും ഉണ്ടാകും. സോ ആ പോസിബിലിറ്റീസ് ഉണ്ടാകും, അല്ലെങ്കിൽ വെൻ ഇറ്റ് ഹാപ്പൻസ്, അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഹൗ വി ഹാൻഡിൽ ഇറ്റ്, അത് നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിലാണ് അതിന്റെ കാര്യം ഇരിക്കുന്നത് അല്ലെ? നമുക്ക് എന്ത് കാര്യവും അതെ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അത്തരം ഫേസ് ചെയ്യുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. പിന്നെ എന്താ പറയാ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞത് എന്തായിരുന്നു, ഈ ഇത്തരം സ്പില്ലേജുകൾ കൊണ്ട് ഉണ്ടാകുന്ന റിസ്ക് ഓർ ഡേഞ്ചേഴ്സ് അല്ലെ? എന്തൊക്കെ അപകട സാധ്യതകളാണ് അല്ലെങ്കിൽ റിസ്കുകളാണ് വിച്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദിസ് സ്പില്ലേജ്. ഈ സ്പില്ലേജ് കൊണ്ടുണ്ടാകുന്ന അപകട സാധ്യതകൾ നമ്മൾ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു അത് ഒന്ന് പറയാമോ? എന്ന് പറഞ്ഞ എന്തൊക്കെയാണ് risk which are associated with this type of leakages? Infection, chemical exposure, injury, radiation exposures, പിന്നെ environmental pollution, പിന്നെ leakage and financial legal and financial responsibilities. അപ്പൊ ഇതൊക്കെ നമുക്ക് എന്താ പറയാ ഒരു ഹോസ്പിറ്റലിലെ ലീക്കേജ് കൊണ്ട് ഉണ്ടാകാവുന്ന ചില റിസ്കുകളാണ് അല്ലെങ്കിൽ ചില ഡേഞ്ചറുകളാണ്. ഇത്തരം ഡേഞ്ചറുകളെ നമുക്ക് കണ്ടില്ലാതെ വെക്കാൻ പറ്റില്ല. അത് when it occurs we have to face it or we have to handle it properly. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് അതിനെ നമ്മൾ നല്ല രീതിയിൽ അതിനെ ഫേസ് ചെയ്യുകയും അതുപോലെ തന്നെ അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള സ്റ്റെപ്സ് എടുക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇൻഫെക്ഷൻസ് നമുക്കറിയാം, ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ക്യാൻ സ്പ്രെഡ് ട്രാൻസ്മിറ്റബിൾ ഇൻഫെക്ഷൻസ് ഓർ ഡിസീസസ്. പലതരത്തിലുള്ള പകർച്ചവ്യാധി രോഗങ്ങളെയൊക്കെ സ്പ്രെഡ് ചെയ്യാനായിട്ട് ഈ ബ്ലഡും ബോഡി ഫ്ലൂയിഡ്സും കൊണ്ട് അത് കാരണമാകും അല്ലെ? അപ്പൊ ഇതൊക്കെ നമുക്ക് എന്താ പറയാ ഒത്തിരി നമ്മൾ കെയർ ചെയ്താണ് ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പൊ പേഷ്യൻസിൽ നിന്ന് എടുക്കുന്ന എന്തെങ്കിലും ടെസ്റ്റ് പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് അവരുടെ ശരീരത്തിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന ബോഡി ഫ്ലൂയിഡുകൾ ഏതെങ്കിലോ അതുമായിട്ട് എന്താ പറയാ കോണ്ടാക്റ്റിൽ വരുന്ന ആളുകളിലേക്ക്
എന്ത് ചെയ്യും, ആ സാധനം നമ്മുടെ ശരീരത്തിൽ, ഇപ്പൊ ഞാനൊരു നഴ്സാണ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഞാൻ ഒരു പേഷ്യന്റിനെ കെയർ ചെയ്യുന്ന സമയത്ത് എനി ടൈപ്പ് ഓഫ് ബോഡി ഫ്ലൂയിഡ് ഓർ ബ്ലഡ് വിച്ച് കംസ് ഇൻ കോൺടാക്ട് വിത്ത് ടു മീ, അല്ലെ എന്നിലുമായിട്ട് ആ ഒരു ബോഡി ഫ്ലൂയിഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലഡോ എന്റെ ശരീരത്തിലേക്ക് ടച്ച് ചെയ്യുകയോ കോൺടാക്റ്റിൽ വരികയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇറ്റ് മേ കോസ് ട്രാൻസ്മിറ്റബിൾ ഡിസീസസ്, അല്ലെ നമുക്ക് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങൾ പടർന്നു വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു. HIV, ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി എന്നൊക്കെ പറഞ്ഞു. ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്ന ഒരു വൈറസ് ഇൻഫെക്ഷൻ ആണ് വിച്ച് ഇസ് കോസ്ഡ് ടു അവർ ലിവറിലേക്ക് ബാധിക്കുന്ന ഒരു തരം രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്ന ഒരു വൈറസ് ആണ് അത് സ്പ്രെഡ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഹെപ്പറ്റൈറ്റിസ് സി ഉണ്ട്, വൈറസ് ഇൻഫെക്ഷൻ തന്നെയാണ് അത്, വിച്ച് കോസസ് സ്വെല്ലിംഗ് ടു അവർ ലിവറിന് ഉണ്ടാകുന്ന സ്വെല്ലിങ്ങുകൾക്ക് കാരണമാകും. അതൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നതാണ്. സോ അതിനെയൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാം. അപ്പൊ ഇതൊരു വലിയ എന്താ പറയാ റിസ്ക് അല്ലെങ്കിൽ ഒരു ത്രെട്ടനിങ് ഫാക്ടർ തന്നെയാണ് എന്നുള്ള കാര്യം ഓർക്കണം. ഇതിനകത്ത് നിന്ന് നമ്മുടെ ബ്ലഡ് ബോൺ പാത്തോജൻസ്, അതായത് രോഗകാരികളായിട്ടുള്ള എന്താ പറയാ രക്തത്തിലൂടെ പടർന്ന് അല്ലെങ്കിൽ രക്തം വഹിച്ചുകൊണ്ട് വരുന്ന രോഗകാരികളെയൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യണം. സോ അതർവൈസ് എന്ത് പറ്റും, ഹെൽത്ത് കെയർ ആളുകൾക്കും അതുപോലെ തന്നെ വർക്കേഴ്സിനും അതുപോലെ തന്നെ പേഷ്യൻസിനും ഒക്കെ ഇത് ഭയങ്കരമായിട്ട് അത് റിസ്ക് ഫാക്ടർ ആണ്, അവരിലേക്ക് അത് സ്പ്രെഡ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ കെമിക്കൽ എക്സ്പോസേഴ്സ്, നമുക്കറിയാം നമ്മുടെ ഹോസ്പിറ്റൽസിൽ ഉപയോഗിക്കുന്ന കെമിക്കൽസ്, ഇപ്പൊ ടെസ്റ്റിംഗ് പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ടാകാം അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള ഉപയോഗിക്കുന്ന ചില കെമിക്കൽസ് ഒക്കെ ഉണ്ട്. അതുപോലെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ ഹാൻഡ്ലിംഗ് ഇറ്റ് വിൽ കോസ് മച്ച് ഡേഞ്ചർ ടു ദ ഹെൽത്ത് കെയർ സ്റ്റാഫ്. അവരാണ് ഇതുമായിട്ടൊക്കെ എപ്പോഴും കൈകാര്യം ചെയ്യുന്നത്. സോ അത് അവർക്ക് കൂടുതൽ പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ ഇഫ് ദേ ആർ നോട്ട് ടേക്കിംഗ് പ്രോപ്പർ കെയർ വൈൽ ഹാൻഡ്ലിംഗ് ദീസ് തിങ്സ്, ഇത്തരം സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിന് പ്രത്യേകം കെയറിങ് കൊടുക്കണം. അത് എങ്ങനെ ആ ഒരു വസ്തു നമ്മൾ ഉപയോഗിക്കുമ്പോൾ എടുക്കുമ്പോൾ അത് എന്തുപയോഗിച്ചാണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ എന്ത് കെയറിംഗ് ആണ് വേൻ വി ആർ ഹാൻഡ്ലിംഗ് സച്ച് തിങ്സ്, അത്തരം സബ്സ്റ്റൻസ് നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ എന്താണ് ഒരു പ്രിക്കോഷൻ നമുക്ക് എടുക്കാൻ പറ്റുക, മുൻകരുതൽ എടുക്കാൻ പറ്റുക, അത്തരം കാര്യങ്ങൾ നമ്മൾ എന്താ പറയാ വളരെ നിസ്സാരമായിട്ട് തള്ളിക്കളഞ്ഞാൽ അത് എന്ത് ചെയ്യും, കോസ് മെനി ഡേഞ്ചേഴ്സ്, അത് വലിയ കാരണമാകും, വലിയ അപകടങ്ങൾക്ക് കാരണമാകും. ഇതിനകത്ത് ഒത്തിരി ടോക്സിക് സബ്സ്റ്റൻസസ് ഉൾക്കൊള്ളാൻ സാധ്യതയുണ്ട്. ആൻഡ് വിച്ച് മേ ലീഡ് ടു സ്കിൻ ഇറിറ്റേഷൻ. അതിന്റെ ഫലമായിട്ട് പലർക്കും എന്താ പറയാ ഈ ഹെൽത്ത് കെയർ സ്റ്റാഫിനൊക്കെ സ്കിൻ ഇറിറ്റേഷൻസ്, അതുപോലെ തന്നെ റെസ്പിറേറ്ററി പ്രോബ്ലം, നമ്മുടെ ശ്വാസത്തിനുണ്ടാകുന്ന പല എന്താ പറയാ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മറ്റ് പലതരത്തിലുള്ള വിവിധ തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസും ഉണ്ടാകാനായിട്ട് സാധ്യതകളുള്ളതാണ്. ഇനി ഇഞ്ചുറീസ് വൈൽ ദേ ആർ ഹാൻഡ്ലിംഗ് ദ ഷാർപ്പ് മെറ്റീരിയൽസ്, നമുക്ക് എന്താ പറയാ ഹോസ്പിറ്റൽസിൽ തന്നെ പല ഷാർപ്പ് മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതിൽ നിന്നുണ്ടാകുന്ന ലീക്കേജസ്, അതൊക്കെ പൊട്ടി ഉടഞ്ഞൊക്കെ പോയിട്ട് നമ്മൾ അതൊക്കെ കൂട്ടി എവിടെയെങ്കിലും വെച്ചിരിക്കുന്നു, അല്ല നമ്മൾ അശ്രദ്ധമായിട്ട് അതിങ്ങനെ പൊട്ടിപ്പോയി കഴിയുമ്പോൾ അതിങ്ങനെ നമ്മളുടെ എന്താ പറയാ നമ്മുടെ ബെയർ ഹാൻഡ് വെച്ചിട്ടാണ് നമ്മൾ അതിനെ ക്ലീൻ ചെയ്യുക ഒക്കെ ചെയ്യുന്നതെങ്കിൽ അന്നേരം എന്ത് പറ്റും, അതിൽ നിന്നുണ്ടാകുന്ന മുറിവുകൾ, ആ മുറിവുകൾ അവിടെ കിടന്നു കഴിഞ്ഞാൽ മറ്റ് ഏതെങ്കിലും പേഷ്യൻസിനെയൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് അവരുടെ രോഗകാരികൾ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ റേഡിയേഷൻ എന്താ പറയാ ഉപയോഗിക്കുന്ന ചില കാര്യങ്ങളിൽ റേഡിയേഷൻ എക്സ്പോസേഴ്സും അതുപോലെ തന്നെ മറ്റൊരു ഹെൽത്ത് കെയർ ഒരു വർക്കേഴ്സ് അല്ലെങ്കിൽ പേഷ്യൻസ് സഫർ ചെയ്യേണ്ടി വരുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു സഫറിങ് ആയിട്ടുള്ള ഒരു കാര്യമായ റിസ്ക് ആണ് ഈ പറയുന്ന റേഡിയേഷൻ എക്സ്പോസർ. അതും ഇതുപോലെ തന്നെ ക്യാൻസേഴ്സ്, സ്കിൻ ക്യാൻസറുകളോ റേഡിയേഷനൊക്കെ ഒരുപാട് നമ്മളുടെ ലീക്ക് ചെയ്ത് പോകുന്നതിന്റെ ഫലമായിട്ട് നമ്മളറിയില്ല ഇതിനകത്ത്. ഇപ്പൊ നമ്മുടെ മൊബൈൽ ഫോണുകൾ തന്നെ ചില ആളുകൾ പറയും അല്ലെ, എപ്പോഴും അത് നമ്മളിങ്ങനെ ചെസ്റ്റിന്റെ അടുത്ത് തന്നെ പോക്കറ്റിനകത്ത് ഇട്ടുകൊണ്ട് നടക്കുന്നത് അത്ര സേഫ് ആയ കാര്യങ്ങൾ അല്ലെ. അതിൽ നിന്നും ഒരു റേഡിയേഷൻ, ഒരു റേ അതിൽ നിന്നും പുറപ്പെടുന്നുണ്ട്. വെൻ കോൾ കംസ് ഓർ സം മെസ്സേജസ് നമുക്ക് കിട്ടുമ്പോ ഒക്കെ ഇതിനകത്ത് ഒരു റേഡിയേഷൻ പാസ് ചെയ്യുന്നുണ്ട്, നമ്മൾ കാണുന്നില്ല. പക്ഷെ എങ്കിലും അതിൽ ആ ഒരു കണക്ഷൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടല്ലോ, നമ്മളിലേക്ക് ആ ഒരു എന്താ പറയാ മെസ്സേജുകളോ അല്ലെങ്കിൽ കോളുകളോ കണക്ട് ചെയ്യുന്ന സമയത്ത് ഒരു റേ എന്തായാലും പുറപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇടുന്നതിന്റെ ഫലമായിട്ട് അത് പല സൈഡ് ഇഫക്റ്റുകൾക്ക് കാരണമുണ്ട്, നമ്മൾ ശ്രദ്ധിക്കില്ല എന്ന് മാത്രം അല്ലെ. ജെൻസ് ആണ് അല്ലെങ്കിൽ ആണുങ്ങളാണ് അത് കൂടുതലും അങ്ങനെയൊക്കെ ഇട്ടുകൊണ്ടെടുക്കുക, അത് കൂടുതൽ നമുക്ക് പ്രോബ്ലംസ് ആണ്, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതെല്ലാം തന്നെ ഈ ഓൾ ടൈപ്സ് ഓഫ് ലീക്കേജസ് വിച്ച് കോസ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ, നമ്മുടെ എയർ, വാട്ടർ, അതുപോലെ തന്നെ സോയിലിനെയൊക്കെ പൊല്യൂട്ട് ചെയ്യാൻ പാകത്തിന് ഇത്തരം ലീക്കേജസ് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ വരും എന്ന് നമ്മൾ പറഞ്ഞു. അത് എൻവയോൺമെന്റിന്റെ കാര്യം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്കൊന്നും നിലനിൽപ്പില്ല അല്ലെ. എൻവയോൺമെന്റ് പൊല്യൂഷൻ ഈസ് എ ഗ്രേറ്റ് ത്രെട്ടൻ ടു അസ്. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നവരാണ്. അപ്പൊ നമ്മളുടെ എൻവയോൺമെന്റിനെ കൂടുതൽ നല്ല രീതിയിലാക്കുക അല്ലെ, പൊല്യൂഷൻ ഫ്രീ ആക്കി നിർത്തുക,
അല്ലെങ്കിൽ നല്ല ഒരു എൻവയോൺമെന്റ് ആക്കി മാറ്റുക എന്നുള്ളത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ നമ്മൾ ഈച്ച് ആൻഡ് എവരി വൺ ഷുഡ് ഹാവ് ദ റെസ്പോൺസിബിലിറ്റി. നമുക്ക് ഓരോരുത്തർക്കും വേണം അതിന്റെ റെസ്പോൺസിബിലിറ്റി. ഇതെന്റെ കാര്യമല്ല. ഇത്തരം സ്പില്ലേജ് വേസ്റ്റേജുകൾ ഒരാൾ കൊണ്ട് മാത്രം എന്താ പറയാ അതിനെ ഒഴിവാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ മാത്രം ഇത് ചെയ്തത് കൊണ്ട് എന്താ ഫലം, അല്ലെ? ലോകം മുഴുവനും എല്ലാവരും എങ്ങനെയാണ്. പക്ഷെ നമ്മളുടെ പറയില്ലേ ആളുകൾ എന്ത് പറയും, നമ്മൾ എന്ത് കാര്യവും തുടങ്ങുമ്പോൾ നമ്മളുടെ ഫാമിലിയിൽ നിന്നാ തുടങ്ങുക, അല്ലെ? അത് ഫാമിലിയിൽ നിന്ന് നമ്മളുടെ ചെറിയ ഒരു ഗ്രൂപ്പിലേക്ക്, നമ്മളുടെ ആ ഒരു സറൗണ്ടിങ്സിൽ ഉണ്ടാകുന്ന ആളുകളുമായിട്ട് സ്പ്രെഡ് ചെയ്യും. അത് പിന്നെ എന്താ പറയാ ഒരു വൈഡ് ഏരിയയിലേക്ക് പോകും. അത് നമ്മൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നത് ആ രീതിയിലാണ്. അപ്പൊ നമ്മളാകുന്ന രീതിയിൽ, നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് ഒരു പരിധി വരെയൊക്കെ നമുക്ക് മറ്റുള്ളവരിലേക്കും, ഞാൻ ഇപ്പൊ ചെയ്തു കഴിയുമ്പോൾ ഞാനൊരു 10 ആളുകളിൽ അങ്ങനെ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുമ്പോൾ അത് ഇപ്പൊ എല്ലാവരും തന്നെ ഗ്രീൻ കേരള ആക്കുന്നതിന്റെ ഫലമായിട്ട് ഒത്തിരി ഹരിത കർമ്മസേനകളൊക്കെ എല്ലാ എന്താ പറയാ ബ്ലോക്ക് തലത്തിലും അതുപോലെ പഞ്ചായത്ത് തലത്തിലും ഒക്കെ ഇന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. എന്താണ് പ്ലാസ്റ്റിക് ഫ്രീ ആയിട്ടുള്ള ഒരു നേച്ചറിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പൊ പ്ലാസ്റ്റിക് രീതിയിലുള്ള പേപ്പറുകളോ കവറുകളോ ഒക്കെ നമ്മുടെ വീടുകളിൽ ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, അതൊക്കെ കഴുകി വൃത്തിയാക്കി അത് എവിടെയെങ്കിലും നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഹാൻഡ് ഓവർ ഇറ്റ്, അവർക്ക് അത് കൊടുക്കാം. അപ്പൊ അത് എവിടെയൊക്കെ നമുക്കറിയാം പ്ലാസ്റ്റിക് വിൽ നോട്ട് ഡൈല്യൂട്ട് ഓർ ഇറ്റ് വിൽ നോട്ട് എക്സോസ്റ്റഡ് ഇൻ ദ സോയിൽ, അല്ലെ? അത് എളുപ്പം ലിഞ്ഞു പോകുന്നില്ല, അല്ലെങ്കിൽ അത് എക്സോസ്റ്റഡ് ആയി പോകുന്നില്ല നമ്മുടെ മണ്ണില്. അത് ലയിച്ച് ചേരാത്തതാണ്. അത് അങ്ങനെ തന്നെ എത്ര കാലം കഴിഞ്ഞാലും നമ്മുടെ കിടക്കും. അതുകൊണ്ടാണ് അത് അങ്ങനെ ഫ്രീ ആയിട്ട് വലിച്ചെറിയരുത് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതുപോലെയുള്ള ഹോസ്പിറ്റൽസിൽ ഉണ്ടാകുന്ന ലീക്കേജസും സ്പില്ലേജസും ഓൾസോ ഹാസ് ടു ബി കണ്ടാമിനേറ്റഡ്, അല്ലെ? നമ്മളുടെ എന്താ പറയാ നേച്ചറിനെ അല്ലെങ്കിൽ എൻവയോൺമെന്റിനെ കണ്ടാമിനേറ്റ് ചെയ്യാൻ കഴിവ് അതിനുണ്ട്. അത്തരം സ്പില്ലേജസ്, അല്ലെ? അത് സോയിൽ, വാട്ടർ, എയർ ഒക്കെ പൊല്യൂട്ട് ചെയ്യും. സോ ഇത്തരം പൊല്യൂഷൻസ് വിൽ കോസ് ഹെൽത്ത് ഇഷ്യൂസ്. നമ്മളുടെ ഹെൽത്തിന് തന്നെ പല ഇഷ്യൂസും അതുപോലെ എൻവയോൺമെന്റിന് വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ആൻഡ് ആഫ്റ്റർ ഓൾ മാത്രമല്ല സച്ച് ഹോസ്പിറ്റൽസ്, ഇതെങ്കിലും ഹോസ്പിറ്റൽസ് ദേ ആർ നോട്ട് കെയറിംഗ് മച്ച് ഫോർ ദ സ്പില്ലേജ്. ഇത്തരം സ്പില്ലേജുകൾക്ക് ഒത്തിരി കെയറിംഗ് ഒന്നും കൊടുക്കാത്തവർക്ക് they have to be liable for giving penalties. അതായത് അത്തരം ഹോസ്പിറ്റലുകൾക്കെതിരെ എന്താ പറയാ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ചില പെനാൽറ്റീസോ അല്ലെങ്കിൽ ഫൈൻസോ മറ്റൊക്കെ എന്താ പറയാ ഫിനാൻഷ്യൽ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി അവരുടെ പേരിൽ വരാൻ സാധ്യതയുണ്ട്. അത് ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ സെറ്റപ്പിനെ തന്നെ ബാധിക്കും, അല്ലെ? വലിയ എമൗണ്ട് ഒക്കെ, ഹ്യൂജ് എമൗണ്ട് ഒക്കെ when they have to pay like such as penalties, അത്തരം ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ, ലയബിലിറ്റീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ അതായത് ഹോസ്പിറ്റൽ ഓർഗനൈസേഷന്റെ ആ ഒരു ഇതിനെ തന്നെ ബാധിക്കും. അവരുടെ പ്രോഫിറ്റബിലിറ്റി കുറയും അത്തരം നഷ്ടങ്ങളൊക്കെ സാധിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ. അപ്പൊ ഇതെല്ലാം തന്നെ റിസ്ക് വിച്ച് ആർ അസോസിയേറ്റഡ് വിത്ത് സ്പില്ലേജ് വേസ്റ്റ്. സ്പില്ലേജ് വേസ്റ്റുമായി ബന്ധപ്പെട്ട എന്താ പറയാ റിസ്കുകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ആൻഡ് ഓൾസോ വി ഹാവ് സ്റ്റഡീഡ് വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന വേസ്റ്റേജിന്റെ സോഴ്സ് എവിടെ നിന്നാണ്, ഏതാണ് അതിന്റെ ഉറവിടം, എവിടെ നിന്നൊക്കെയാണ് ഹോസ്പിറ്റലിലെ വേസ്റ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത്, സ്പില്ലേജ് വേസ്റ്റ് ഏതൊക്കെ ഭാഗത്ത്, ഹോസ്പിറ്റലിന്റെ അകത്ത് ഏതൊക്കെ സ്ഥലങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാനുള്ള സ്റ്റെപ്സ് എടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതിന് മുന്നേ നമുക്കറിയില്ല എവിടെ നിന്നൊക്കെ ഇതുപോലെയുള്ള സ്പില്ലേജസ് വരാൻ സാധ്യതയുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? വിച്ച് ആർ ദ സോഴ്സസ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ഇൻ എ ഹോസ്പിറ്റൽ? ഏതൊക്കെയായിരുന്നു പറയേ? മെഡിക്കൽ പ്രൊസീജിയർ. മെഡിക്കൽ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ എന്താ മനസ്സിലായത്? ഒന്ന് പറയാമോ? മെഡിക്കൽ പ്രൊസീജിയേഴ്സില് വേസ്റ്റ്, സ്പില്ലേജ് വേസ്റ്റ് ഉണ്ടാകുമെന്ന് പറഞ്ഞു. ആ മെഡിക്കൽ പ്രൊസീജിയേഴ്സിൽ ഉണ്ടാകുന്ന മെഡിക്കൽ വേസ്റ്റ് എന്ന് പറഞ്ഞപ്പോ എന്താ അതിന് മനസ്സിലായെന്ന് നിമിഷ ഒന്ന് പറയാമോ? അതായത് സർജറി, പിന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, ഡയാലിസിസ്, അങ്ങനെ മെഡിക്കൽ പ്രൊസീജിയർ ചെയ്യുമ്പോൾ അതുവഴി ലീക്കേജ് ഉണ്ടാവാമല്ലോ, ബ്ലഡിന്റെയും പിന്നെ മറ്റൊക്കെ അങ്ങനെ. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ്. അതായത് നമ്മുടെ മെഡിക്കൽ പ്രൊസീജിയേഴ്സ് മീൻസ് സർജറീസ് ഒക്കെ, ഒത്തിരി സർജറീസ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് ഹോസ്പിറ്റൽസിൽ. എന്ത് തരം സർജറി ആയിക്കോട്ടെ, if the patient has some disease which has to be contaminated to others very speedily, വളരെ പെട്ടെന്ന് തന്നെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാവുന്ന രോഗങ്ങളുള്ളവരും ഈ പറയുന്ന പ്രൊസീജിയേഴ്സിന്, സർജിക്കൽ ഓപ്പറേഷൻസിന് വിധേയരാകാറുണ്ട് അറ്റ് ദാറ്റ് ടൈം. അപ്പൊ ഇവരെ ഹാൻഡിൽ ചെയ്യുന്ന ഒത്തിരി പ്രൊസീജിയർ ഒക്കെ നടക്കുമ്പോൾ നമുക്കറിയാം ഒരു ഡോക്ടറും അതിന്റെ ചുറ്റും കുറെ നഴ്സസും അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, അല്ലെ, ഡോക്ടറെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഉണ്ടാകും. അപ്പൊ ഈ ആൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടെങ്കിൽ ഇറ്റ് മീൻസ് സ്പ്രെഡ് ടു ദാറ്റ് വർക്കേഴ്സ്, അല്ലെ? അവർക്ക് ആ ജോലിക്കാർക്ക് അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്, നഴ്സുമാർക്കും ഒക്കെ അത് സ്പ്രെഡ് ചെയ്യാൻ സാധ്യതകളുണ്ട്.
സോ നേരിട്ട് അങ്ങോട്ട് പോയിട്ട് വിത്ത് അവർ ബെയർ ഹാൻഡ് നമ്മുടെ കയ്യിലൊക്കെ ഒന്നും സുരക്ഷാ കവചങ്ങളൊന്നും ഇല്ലാതെയൊക്കെ നമ്മൾ ചെന്നിട്ട് ചെയ്യാറില്ല. അവർക്ക് അതിന് ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ ബാക്കി ഭാഗത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ അവർക്ക് പെട്ടെന്ന് അത് കിട്ടാനായിട്ടുള്ള സാധ്യതകളുണ്ട്, ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടാൻ സാധ്യത ഉണ്ടാകും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക്. അപ്പൊ ഇത്തരം സർജറീസിലൊക്കെ എന്താ പറയാ പുറത്തേക്ക് വരുന്ന ബ്ലഡോ ബോഡി ഫ്ലൂയിഡുകൾ, ഏത് തരത്തിലുള്ള ബോഡി ഫ്ലൂയിഡ്, നമ്മുടെ ശരീരത്തിനകത്തുനിന്ന് പുറന്തള്ളപ്പെടുന്ന ഒത്തിരി ഫ്ലൂയിഡുകൾ ഉണ്ട്. നമുക്കറിയാലോ, നിങ്ങൾക്കറിയാം, ഒരു മനുഷ്യനല്ലേ നമ്മള് ഒത്തിരി ഉണ്ട്. ബ്ലഡ് കൂടാതെ ഒത്തിരി ഉണ്ട് അല്ലെ. നമ്മൾ തുമ്മുമ്പോ അല്ലെങ്കിൽ സംസാരിക്കുമ്പോ പുറത്തു വരുന്ന സലൈവ മേ ബി സംടൈംസ് ഇറ്റ് മേ ബിക്കം ടോക്സിക് സബ്സ്റ്റൻസ് അല്ലെ. നമ്മളുടെ ഉമിനീര് വരെ ചിലപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ അത് രോഗത്തിനനുസരിച്ചാണ് ടോക്സിക് ആകുന്നത്, അല്ലാതെ അല്ല. ഓക്കെ. പിന്നെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന നമ്മളുടെ വിയർപ്പാകാം, മറ്റ് ഉള്ളിൽ നിന്ന് പുറത്തു വരുന്ന മറ്റേതെങ്കിലും തരത്തിലുള്ള വസ്തുക്കളാകാം. ഇതൊക്കെ വളരെ എന്താ പറയാ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് അതൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് അവരത് ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇറ്റ്സ് വൺ ടൈപ്പ് ഓഫ്, അത് ഒരു തരത്തിലുള്ള ലീക്കേജ് ആണ്. വേസ്റ്റേജിന്റെ ഒന്നാമത്തേതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും ഒന്നാമത്തേതുമായിട്ടുള്ള ലീക്കേജ് ഫ്രം ദ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഏതാണ്? മെഡിക്കൽ പ്രൊസീജിയേഴ്സിൽ ഉണ്ടാകുന്നതാണ്. അത് ബോഡി ഫ്ലൂയിഡ്സ് ആകാം, ബ്ലഡ് ആകാം. ഇനി എന്താണ് പറഞ്ഞത്? ലബോറട്ടറി ടെസ്റ്റിംഗ്. അതിനെ കുറിച്ച് എന്താ അറിയാം അനുഷ? ലബോറട്ടറി ടെസ്റ്റിംഗിലും ഇതുപോലെ വേസ്റ്റ് ലീക്കേജ് വേസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ബൈ ദാറ്റ്? അനുഷ പറയാമോ? നമ്മൾ എന്നെ ഇവിടെ കിടന്ന് വെച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോന്ന് അറിയട്ടെ. അനുഷ ഇല്ല അവിടെ? ഹരിത ഒന്ന് പറയോ? ഹരിത, ഹരിതയും ഇല്ല. റിൻസി ഉണ്ടോ? റിൻസി പറയൂ, ഒന്ന് പറയൂ. നമ്മൾ ടെസ്റ്റിനായിട്ട് അയക്കുന്ന ബ്ലഡ്, യൂറിന്, അത് ബോഡി ഫ്ലൂയിഡ് ഒക്കെ, അതുപോലെ കെമിക്കൽസ്, മെറ്റീരിയൽസ്, അതെല്ലാം വേസ്റ്റ്. അതിനകത്തൊക്കെ എന്തുണ്ടാകും? അതൊക്കെ ഓക്കെ, വെരി ഗുഡ്. അതന്നെ ഹോസ്പിറ്റൽസില് വി നോ ദാറ്റ് ഹോസ്പിറ്റൽസ് ക്യാരി ഔട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലബോറട്ടറി ടെസ്റ്റ് അല്ലെ. ഓരോ രോഗികളും വരുമ്പോ ആ രോഗികൾക്ക് ഏതൊക്കെ തരത്തിലുള്ള രോഗമുണ്ടോ അതനുസരിച്ച് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന പോലെ പല ടെസ്റ്റുകളും പ്രിസ്ക്രൈബ് ചെയ്യും. അപ്പൊ ചിലപ്പോൾ യൂറിൻ ടെസ്റ്റ് ചെയ്യാനാകാം, ഫേസസ് ടെസ്റ്റ് ചെയ്യാനാകാം, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനാകാം, ഒത്തിരി ഉണ്ട് അല്ലെ. പിന്നെ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഇത്തരം സാധനങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്നൊക്കെ ലീക്കേജസ് വരാം. ആൻഡ് ഓൾസോ ദേ യൂസ് കെമിക്കൽസ്. ഇതുപോലെയുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽസും കെമിക്കൽസും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ദീസ് ടെസ്റ്റ് പ്രൊസീജിയേഴ്സ് ആർ മെയ്ഡ് അല്ലെ. ഇത്തരം ടെസ്റ്റ് പ്രൊസീജിയറുകളൊക്കെ നടത്തുന്നത്. അത് ലീക്കേജ് വന്നാലും അതും മറ്റൊരു സോഴ്സ് ആണ്. ഇപ്പൊ ലബോറട്ടറിയിൽ ഉണ്ടാകുന്ന ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ്, അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള കെമിക്കൽസ് എല്ലാം തന്നെ അവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. യൂറിൻ ആസ് വെൽ ആസ് യൂറിനും ഉണ്ട്. അപ്പൊ ഇതെല്ലാം ലീക്കേജ് വരാൻ സാധ്യതയുള്ളതാണ്. മറ്റൊന്ന് എന്താണ്? അടുത്ത എന്താ പറഞ്ഞേ? ഷീബ ഒന്ന് പറയാമോ? നെക്സ്റ്റ് വൺ ഇല്ല. അഖില എന്താ മിസ്സേ കേട്ടില്ല? പറയും. ഷീബ പറയാമോ? ക്വസ്റ്റ്യൻ കേട്ടില്ല മിസ്സേ. സോഴ്സസ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽസില് എന്തൊക്കെയാണ് ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന ലീക്കേജ് വേസ്റ്റുകൾ, അതിന്റെ സോഴ്സസ് എവിടെ നിന്നൊക്കെയാണ്, ഏതൊക്കെ സ്രോതസ്സുകളാണ് ലീക്കേജ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്? മെഡിക്കൽ പ്രൊസീജിയേഴ്സിലെ പറഞ്ഞു, ലബോറട്ടറിയിലെ പറഞ്ഞു, പിന്നെ ഏതാണുള്ളത്? അടുത്തത് ഏതാ? ബോഡി ഫ്ലൂയിഡ്സ് അതാണ് മിസ്സേ. HIV നമ്മളെ സോഴ്സസ് ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലീക്കേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽസിന്റെ സോഴ്സസ്, ഏതൊക്കെ ഇടങ്ങളില് നിന്ന് ഇതുപോലെയുള്ള വേസ്റ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഒരു ഹോസ്പിറ്റലില്. നോട്ട് ഉണ്ടോ കയ്യില് ഷീബ? ഇല്ല മിസ്സേ. നോട്ട് എടുത്തിട്ടില്ല? പ്രിന്റ് ഔട്ട് എടുത്തിട്ടില്ല? ഇല്ല. എത്രയും പെട്ടെന്ന് എടുക്കണം കേട്ടോ. കയ്യിൽ നോട്ടുമായിട്ട് ഇരുന്നിട്ടല്ലേ നമ്മൾ പഠിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഈ എഴുതി തരുന്ന വൺ വേർഡ് ക്വസ്റ്റ്യൻ മാത്രം ആൻസർ ചെയ്ത് പഠിക്കുകയാണോ? അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഒരു നോട്ട്, ആ നോട്ട് എടുക്കുക, ആ ക്ലാസ് നോട്ട് കഴിയുമ്പോ, അതായത് ഒരു ക്ലാസ്സിൽ ആ നോട്ട് ഇന്ന് വീട്ടിലല്ല, അതുകൊണ്ടാണ്. അപ്പൊ കുഴപ്പമില്ല. ഞാൻ പറയുന്നത് കൂടി എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. നമ്മളൊരു ടോപ്പിക് എടുത്തു കഴിയുമ്പോൾ ആ ടോപ്പിക് ഒരു 1 or 2 ടൈംസ് ഒന്ന് മനസ്സിൽ വായിക്കാം. വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് റെഫർ ചെയ്ത് അത് പഠിക്കാം. ഓക്കെ, അങ്ങനെ ചെയ്യേണ്ടത്. അല്ലാതെ ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയിട്ട് മറ്റേ എന്താ പറയാ നമ്മൾ CBSE കുട്ടികളെ നമ്മള് പഠിപ്പിക്കുന്ന പോലെ പഠിക്കരുത്. അത് ഒരു നല്ല രീതിയല്ലല്ലോ. ഇത് നമ്മൾ അറിഞ്ഞിരിക്കുകയും വേണോ. ആ ഓരോ ടോപ്പിക്കും നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഇതൊക്കെ പഠിക്കണേ?
നമുക്ക് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ പഠിക്കണേ, അല്ലാതെ വൺ വേർഡ് ക്വസ്റ്റ്യന്റെ ആൻസർ പഠിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ. നമ്മൾ ആ കാര്യം, നമ്മൾ ഇന്ന കാര്യങ്ങളൊക്കെ പഠിച്ചു ആ ടോപ്പിക്കില്, ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിഞ്ഞു വ്യക്തമായിട്ട്, എന്നിട്ടാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ നോക്കണ്ടേ. അല്ലാതെ ടോപ്പിക്ക് മാറ്റി വെച്ചിട്ട് ടീച്ചർമാരെ എഴുതി തരുന്ന മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസും എക്സ്ട്രാ ക്വസ്റ്റ്യൻസും പിന്നെയും എഴുതി തരുന്നുണ്ട്, അത് മാത്രം നോക്കി വൺ വേർഡ് അല്ലേ എന്തായാലും ഇങ്ങനെ തന്നെ ആൻസർ ചെയ്യാനുള്ളതല്ല. അല്ല, അത് മാത്രമല്ലല്ലോ ലക്ഷ്യം. പരീക്ഷ എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. നമ്മൾ എന്തെങ്കിലും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യത്തിന് ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ടോപ്പിക്ക് 1-2 പ്രാവശ്യം ഒന്ന് മനസ്സിരുത്തൊന്ന് വായിച്ചു നോക്കിയതിന് ശേഷം നിങ്ങൾ ഈ പറഞ്ഞ തരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കാട്ടെ. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാക്കി വെക്കുക, എന്നിട്ട് അതുപോലെ ചെയ്യാം. അഖില ഒന്ന് പറയാമോ അടുത്തത് ഏതാന്ന്? അഖിലുണ്ടോ? കുറച്ച് ആളുകൾ മാത്രമേ ഇവിടെ ക്ലാസ്സിന് കയറുന്നുള്ളൂ. മീൻസ് അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഇത് നമുക്ക് കാര്യം 192 ബാച്ചസ് ഒക്കെ നമ്മൾ ഒരുമിച്ച് ഉണ്ടായിരുന്നപ്പോ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ബാച്ചിൽ ഉണ്ടായിരുന്ന കുട്ടികളായിരുന്നോ ഇതിന് മുഴുവനും കയറിക്കൊണ്ടിരുന്നത്? സെക്കൻഡ് ബാച്ചിലെ പിള്ളേർ കുറവായിരുന്നോ? അതിനൊന്നും എനിക്കറിയില്ല. അത് കുറച്ച് കുട്ടികൾ മാത്രമാണ് ക്ലാസ്സിന് കയറുന്നത്. പരീക്ഷയ്ക്ക് എഴുതണമെന്നോ അല്ലെങ്കിൽ അത് അറ്റൻഡ് ചെയ്യണമെന്നോ ഒന്നും വലിയ താല്പര്യമില്ലാത്ത മട്ടാണ്. ആകെ ഫസ്റ്റ് ബാച്ചിലെ എല്ലാ എക്സാമും കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഫൈനൽ എക്സാം വരെ ഇനിയിപ്പോ 1-2 കുട്ടികൾക്കാണ് ഫുൾ മാർക്കുകൾ കിട്ടിയിട്ടുള്ളൂ. ആകെ 2 കുട്ടികൾക്കാണ് ഫുൾ മാർക്ക് കിട്ടിയിട്ടുള്ളത്. ബാക്കി എല്ലാവർക്കും കുറെ താഴെ പോയിരിക്കുന്നവരുണ്ട്, ഫെയിൽ ആയവരുണ്ട്. അവർക്ക് 2ാമത്തെ എക്സാം എഴുതണം. ആ ഒരു സ്ഥിതിയിലേക്ക് പോകാതിരിക്കാനാണ് നിങ്ങൾ പറയുന്നത്. ഇപ്പൊ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, ഞങ്ങൾ റെക്കോർഡഡ് ക്ലാസ് കാണുന്നുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ ആ എണ്ണം അങ്ങോട്ട് കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. കുറഞ്ഞു വരുന്നു എന്ന് മാത്രമല്ല, ചിലവരൊന്നും അവിടെ റെസ്പോണ്ട് ചെയ്യുന്നില്ല. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരവില്ല അവിടെ. ദാറ്റ് മീൻസ് ആളുകളുടെ ഇത് അവിടെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്, പക്ഷെ when we are asking something there is no answer. That means only the device is opened. അല്ലെ, ആ ഡിവൈസ് ആ മീറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. The presence of the person is not there. I think that അവിടെ ആളുടെ പ്രസൻസ് ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെയും കയറിയിട്ട് ക്ലാസ്സിൽ കാര്യമില്ല. കാരണം അങ്ങനെ കയറണമായിരുന്നു അത് നിങ്ങൾ എന്താ പറയാ റെക്കോർഡഡ് ക്ലാസ് കാണുന്നതായിരിക്കും ഉചിതം. ഓക്കെ, നമ്മൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാൻ നോക്കുക. പിന്നെ മാത്രമല്ല, ഇത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ത് കോഴ്സുകളായാലും ഇന്നത്തെ കാലത്തെ പ്രത്യേകത എന്താണെന്നറിയോ, സ്മാർട്ട് വർക്കുകൾക്കാണ് ഇന്ന് കൂടുതലും എന്താ പറയാ ചാൻസസ് കൂടുതൽ. സ്മാർട്ടായിട്ട് എന്ത് കാര്യവും ചെയ്യുന്നവർക്കാണ്. സ്മാർട്ടായിട്ട് നമ്മളുടെ റെസ്പോൺസും നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളും ഒക്കെ സ്മാർട്ടായിട്ട് ഇരിക്കുമ്പോൾ മാത്രമേ അങ്ങനെയുള്ളവർക്ക് ഇന്നത്തെ കാലത്ത് ചാൻസസ് ഉള്ളൂ. ഒത്തിരി ഡിഗ്രീസ് നമ്മൾ സമ്പാദിച്ചു, ഒത്തിരി സർട്ടിഫിക്കറ്റ്സ് നമ്മൾ കൊണ്ടുവന്ന് ഷെൽഫിൽ വെച്ചു, എന്നിട്ട് നമ്മൾ ഇവിടെ ഇരുന്നിട്ട് നമ്മൾ എന്താ പറയാ അതിന്റെ മാത്രം ബേസിസിൽ നമുക്ക് ഏതെങ്കിലും സ്ഥലത്ത് നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കരുത്. ഇന്ന് ഒത്തിരി വലിയ എന്താ പറയാ 10th ഫുൾ A+ വാങ്ങിച്ചു, 12th മേടിച്ചു ഫുൾ A+, ഡിഗ്രിക്ക് നല്ല റാങ്ക് വാങ്ങിച്ചു. അങ്ങനെ മാത്രം കിട്ടിയത് കൊണ്ട് കാര്യമില്ല. അത്തരം ഡിഗ്രീസ് ഒക്കെ നമുക്ക് വെറുതെ ഒരു പേപ്പറുകളാക്കി ഇങ്ങനെ വയ്ക്കാന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് നല്ല ആക്റ്റീവായിട്ട് സ്മാർട്ടായിട്ട് ഇപ്പൊ ചോദിക്കുമ്പോൾ ഒരു കാര്യം ചോദിച്ചു അതിന് റെസ്പോണ്ട് ചെയ്യാം. മേ ബി റോങ്, തെറ്റായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഷിബ ചോദിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞു നോട്ട് കയ്യിലില്ല, മാത്രമല്ല അതെന്താണ് എന്ന് മനസ്സിലായി. ഓക്കെ, കാര്യം മനസ്സിലായി നമുക്കത്. ആള് അവിടെ സ്ഥലത്തില്ല, നോട്ട് കയ്യിലില്ലാത്തത് കൊണ്ടാണ്. എന്തെങ്കിലും കാര്യം ചോദിക്കുമ്പോ 2-3 പേരുടെ പേര് വിളിച്ചപ്പോ അവിടെ ആളുകള് ഓപ്പൺ ആക്കി വെച്ചിട്ട് നോട്ട് അവിടെ അവരില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അങ്ങോട്ട് ഇങ്ങോട്ട് ഒരു വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ മാത്രമായി കഴിഞ്ഞാൽ പറ്റില്ല. 2-way കമ്മ്യൂണിക്കേഷൻ ആണ് പ്രോപ്പർ വേ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് കേട്ടേക്കണേ. അങ്ങോട്ട് മാത്രം പറയാനായിട്ട് റെഡി ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ നിങ്ങളോട് എന്തെങ്കിലും ചോദിക്കുമ്പോ ഇങ്ങോട്ട് കൂടി പറയാം. നിങ്ങളത് ജസ്റ്റ് ഒന്നെങ്കിലും ഒറ്റ പ്രാവശ്യമെങ്കിലും ആ ഒരു 1.5 പേജ് ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ എടുത്തിട്ടുള്ളൂ ഈ ചാപ്റ്ററിന്റെ. അപ്പൊ അല്ലെങ്കിൽ എനിക്ക് ഇവിടെ വന്നിരുന്നിട്ട് അങ്ങോട്ട് വെറുതെ ഇങ്ങനെ അങ്ങോട്ട് വാതൊരാതെ പറഞ്ഞുകൊണ്ടിരിക്കാം. ഓക്കെ, എന്തായാലും ഞാൻ വായിട്ടിളക്കിയാണ്. അപ്പൊ അങ്ങോട്ട് പറഞ്ഞ് തീർക്കാം, എത്രയും പെട്ടെന്ന് ആ ചാപ്റ്റർ അങ്ങോട്ട് തീർത്ത് അങ്ങോട്ട് കൺക്ലൂഡ് ചെയ്യാം. പക്ഷെ അതല്ലല്ലോ, നിങ്ങളെ ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചോന്ന് കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ചോദിക്കുന്നത്. അപ്പൊ അന്നേരം നമ്മൾ റെസ്പോണ്ട് ചെയ്യെങ്കിൽ ഇറ്റ് വിൽ ബി സോ സാഡ് കേട്ടാ. അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ കേൾക്കുമ്പോ അല്ലെ. ഒരാളും നമ്മൾ ചോദിക്കുന്നതിന് മറുപടി പറയാതിരിക്കുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്കായാലും അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവില്ലേ? നമ്മളോടൊരു കാര്യം ഒരാൾ ചോദിക്കുമ്പോ എന്തെങ്കിലും മറുപടി ആയിട്ട് പറയില്ല.
ടീച്ചർ എന്റെ കയ്യിൽ അതില്ല, അല്ലെങ്കിൽ ഞാൻ അത് അന്ന് കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ എടുത്തപ്പോ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക് എവിടെയാന്ന് നോട്ടിൽ എന്റെ കയ്യിലില്ല, അങ്ങനെ പറയുമ്പോൾ കാര്യം മനസ്സിലാവും, നമുക്ക് എന്ത് കാര്യവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ പേഷ്യന്റ് കെയർ അതാണ് അടുത്തത്. കുറെ പേരെ വിളിച്ചിട്ട് കാണാനില്ല. അപ്പൊ പേഷ്യന്റ് കെയർ ചെയ്യുന്ന സമയത്ത് when the staff or any other nurses are changing the beds of the patients, പേഷ്യന്റിന്റെ ബെഡ് ചേഞ്ച് ചെയ്യേണ്ടി വരുമ്പോ, അല്ലെങ്കിൽ ബെഡ് പാൻസ് മാറ്റുന്ന സമയത്ത്, അല്ലെങ്കിൽ അവരെ ക്ലീൻ ചെയ്യുന്ന സമയത്ത്, പേഷ്യൻസിനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത്, in such cases also some kind of body fluids may come into interact with that health care person, അല്ലെ? ആ ഹെൽത്ത് കെയർ പേഴ്സന്റെ എന്താ പറയാ, അവരുടെ കോണ്ടാക്റ്റിലേക്ക്, അല്ലെങ്കിൽ അവരുടെ ശരീരത്തിലേക്ക് മറ്റ് പലതരത്തിലുള്ള ബോഡി ഫ്ലൂയിഡ്സും ആ പേഷ്യന്റിൽ നിന്നും എന്താണ് ടച്ച് ചെയ്യപ്പെടാനായിട്ട്, അതിലേക്ക് വരാനായിട്ട്, അവരുമായിട്ട് കോണ്ടാക്റ്റിൽ വരാനായിട്ടുള്ള സാധ്യത കൂടെ കൂടുതലാണ്. അപ്പൊ അത്തരം പേഷ്യന്റ് കെയർ ചെയ്യുന്ന സമയത്തും പലതരത്തിലുള്ള ലീക്കേജസ് ഉണ്ടാകാറുണ്ട്. അതും ഒരു ടൈപ്പ് ഓഫ് സോഴ്സ് ഓഫ് ലീക്കേജസ് ആണ്. പിന്നെന്താണ് ഡിസ്പോസൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ്. നമ്മളറിയാം പലതരത്തിലുള്ള ലീക്കേജസ്, ഷാർപ്പ് ആകാം, അല്ലെങ്കിൽ മുറിച്ചുള്ള സാധനങ്ങൾ പൊട്ടിയതിന്റെയൊക്കെ പീസസ്, അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ഡ്രസ്സിങ്സ്, പേഷ്യൻസ് ഉപയോഗിച്ച ചില വസ്ത്രങ്ങളൊക്കെ അതിനകത്തൊക്കെ ബോഡി ഫ്ലൂയിഡ്സോ ബ്ലഡോ എന്തെങ്കിലുമൊക്കെ ആയി, അത് നമ്മൾ എടുത്തുകൊണ്ട് പോരുന്നു. അത് എടുത്തുകൊണ്ട് പോരുന്നതിനും പ്രോപ്പർ നമ്മൾ മുൻകരുതൽ എടുക്കണം എന്നാണ് പറയുന്നത്. വെറുതെ നമ്മുടെ ബെയർ ഹാൻഡ് വെച്ചിട്ട് നമ്മൾ എടുത്തിട്ട് വരാൻ പാടില്ല. അത് എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും സാധനങ്ങൾ നമുക്ക് അതിന് താഴെ പറയുന്നുണ്ട് നമ്മൾ അതിനെ കുറിച്ച്. അത്തരം ഉപകരണങ്ങളോ അല്ലെങ്കിൽ ഡ്രസ്സിംഗ് രീതികളോ നമ്മൾ അത് എടുക്കുന്ന ആളുകൾ അതൊക്കെ ഉപയോഗിച്ചിട്ട് വേണം അത് എടുക്കാനായിട്ട്. ഓടി ചെന്നിട്ട് നമ്മളെ കൈയിട്ട് വാരി എടുക്കല്ലാന്ന്, മനസ്സിലായോ? അപ്പൊ അത്തരം കാര്യങ്ങളും ലീക്കേജസിന്റെ മറ്റൊരു രൂപം തന്നെയാണ്, ഒരു സോഴ്സ് ആണ്. അപ്പൊ അതൊക്കെ നല്ല കൃത്യമായ രീതിയിൽ ഹാൻഡിൽ ചെയ്യുക. പിന്നെ മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ ഓഫ് മെഡിക്കൽ എക്യുപ്മെന്റ്. ഈ മെഡിക്കൽ എക്യുപ്മെന്റുകളൊക്കെ വെൻ ദേ ആർ യൂസ്ഡ് ഫോർ ഡിഫറെന്റ് പർപ്പസസ്, സർജിക്കൽ പർപ്പസിനാകാം, മറ്റേതെങ്കിലും പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ട് മെഡിക്കൽ എക്യുപ്മെന്റുകൾ പലതും ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ പ്രോപ്പർലി മെയിൻറ്റൈൻഡ് ആൻഡ് റിപ്പയർഡ് ഫ്രം ടൈം ടു ടൈം. അത് ഉപയോഗിക്കേണ്ട സമയത്ത്, അത് ഉപയോഗിക്കുന്നതിന് മുമ്പേ തന്നെ they have to make sure that they are properly repaired and maintained. വളരെ വൃത്തിയായിട്ട് അതൊക്കെ നേരത്തെ തന്നെ റിപ്പയർ ചെയ്തു മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എന്താ പറയാ, CSSD ഒക്കെ നമ്മൾ പഠിച്ചതാണ്, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. സ്റ്റെറിലൈസ് ചെയ്യേണ്ട എക്യുപ്മെന്റുകളാണ് സ്റ്റെറിലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം നെക്സ്റ്റ് പ്രൊസീജിയർ നടക്കുന്നതിന് മുമ്പ്. അല്ലെങ്കിൽ എന്ത് പറ്റും, when it is used for one patient and again we are using it for another patient, it will become very danger, അല്ലെ? ഒരാളിൽ ഉപയോഗിച്ചു, ആ പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞു, അവിടെ മാറ്റി വെച്ചു, അത് സ്റ്റെറിലൈസേഷൻ കൊടുത്തില്ല എന്ന് വിചാരിക്കാം. കൊടുക്കും, നിർബന്ധമായിട്ട് കൊടുക്കും എന്നറിയാം. പക്ഷെ ഏതെങ്കിലും കാരണവശാല് ആ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകൾ when it is not handed over to the sterilizing department, അതിലേക്ക് അവർക്ക് കൊടുത്തിട്ടില്ല എങ്കിൽ, and it is used for another patient, മറ്റൊരു രോഗം ഉണ്ടായിരുന്ന ഒരാൾക്ക് നടത്തിയ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇത് വെച്ചത്, അത് വേറെ ആളിലേക്ക് ഉപയോഗിക്കുമ്പോൾ അത് മറ്റൊരാളിലേക്ക് ആ രോഗത്തെ പടർത്താനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ ഇതെല്ലാം തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ക്ലീൻഡ് ഫ്രം ടൈം ടു ടൈം. വളരെ കൃത്യമായ രീതിയിൽ ക്ലീൻ ചെയ്ത് ഉപയോഗിക്കേണ്ട എക്യുപ്മെന്റുകളൊക്കെ ക്ലീൻ ചെയ്തും, റിപ്പയർമെന്റ് ആവശ്യമുള്ള വസ്തുക്കളൊക്കെ റിപ്പയർ ചെയ്തും. ഇപ്പൊ എന്താ പറയാ, അടുത്ത പ്രൊസീജിയർ എടുക്കണം, അപ്പൊ അവിടെ ഉപയോഗിക്കുന്ന പല ഏതെങ്കിലും എക്യുപ്മെന്റ് അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല, നമ്മൾ എന്ത് ചെയ്തു, അത് എന്താ പറയാ, ചില ആളുകൾ പറയുന്ന പോലെ എന്താ പറയാ, ട്രോളുന്നത് പോലെ നമുക്ക് പറയാം, റബ്ബർ ബാൻഡ് ഒക്കെ ഇട്ടിട്ട് വലിച്ചു കൂട്ടി അത് തന്നെ ഉപയോഗിച്ചു, നമ്മൾ മെയിൻ്റെനൻസിന് കൊടുത്തില്ല. ആ മെയിൻ്റെനൻസിന് കൊടുത്തു വരുമ്പോൾ അതിന് പൈസ കൊടുക്കണം, മെയിൻറ്റെയിൻ ചെയ്ത് റിപ്പയർ ചെയ്യുന്നതിന് പൈസ കൊടുക്കണം. അതിപ്പോ തൽക്കാലം അടുത്തതിന് കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. അതല്ല, അതിന് എന്തെങ്കിലും റിപ്പയർമെന്റ് നെസസറി ആണ് എന്ന് തോന്നുന്നുവെങ്കിൽ അത് റിപ്പയർമെന്റ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. അതർവൈസ് ഇത് കൊണ്ടുണ്ടാകുന്ന അത്തരം റിപ്പയർ ചെയ്യാത്ത വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന്റെ ഫലമായിട്ട് പല രീതിയിലും പല കാര്യങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇറ്റ് മേ കോസ് എന്താണ് ഡേഞ്ചറസ്, അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലേക്കും പോകാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെന്താണ് പറഞ്ഞത്, spills in the course of transport, when the body fluids or any blood or anything which is carried over to the laboratory, ലാബിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് യൂറിനോ മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് എടുത്തിട്ട് അത് നമ്മുടെ ലാബിൽ വരെ എത്തിക്കണം. ആ പോകുന്ന സമയത്ത് അതിൽ നിന്ന് സ്പില്ലാകാൻ സാധ്യതയുണ്ട്. സ്പിൽ ചെയ്യാതാകാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. കൂടാതെ
Okay, അപ്പോ spills in the course of transport when we are taking the body fluids, urine, etc. അല്ലെ, ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിൽ നിന്ന് സ്പില്ലേജുകൾ വരാൻ സാധ്യതയുണ്ട്. അത് ഓഫ് സൈറ്റിലേക്ക് കൊണ്ടുപോകും. ചിലപ്പോൾ ഇവിടെ അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ല. ചിലപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ അത്തരം ടെസ്റ്റുകൾ നടത്താനുള്ള ഹോസ്പിറ്റൽ ഇല്ല. ഇറ്റ് ഈസ് ടേക്കൺ ടു ഓഫ് സൈറ്റ്, പുറത്ത് എവിടെയെങ്കിലും കൊടുത്തിട്ട് അത്തരം ലാബ് ടെസ്റ്റുകളൊക്കെ നടത്തേണ്ട സാധനമാണെങ്കിൽ എന്ത് ചെയ്യും, അത് അങ്ങോട്ട് കൊണ്ടുപോകുന്ന സമയത്തും സ്പില്ല് വരാൻ സാധ്യതയുണ്ട്. അതും മറ്റൊരു സോഴ്സ് ആണ്. അപ്പൊ ഇതൊക്കെ ഹോസ്പിറ്റലിലെ സ്പില്ലേജിന്റെ സോഴ്സസ് ആണ് നമ്മളിപ്പോ പറഞ്ഞതൊക്കെ. അപ്പൊ കഴിഞ്ഞ ദിവസം എടുത്തതാണ്. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതൊന്നും കൂടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് നോക്കാം, അടുത്ത ഹെഡ് ഇതാണ്, ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ. ഏതൊക്കെ തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റുകളാണ് ഹോസ്പിറ്റലിലുള്ളത്? നമ്മൾ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതൊരു ഒറ്റ ഇതിന്റെ കീഴിൽ കൊണ്ടുവരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന്, അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്, ബ്ലഡും ബോഡി ഫ്ലൂയിഡ്സും ഹോസ്പിറ്റലിന്റെ സ്പില്ലേജ് വേസ്റ്റിൽ വരുന്ന ഒന്നാണ്, ഒന്നാമത്തേത്. സെക്കൻഡ് വൺ, കെമിക്കൽസ് ആണ്. പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കെമിക്കൽസ് വിച്ച് ആർ യൂസ്ഡ് ഇൻ ദ ലബോറട്ടറി ഈസ് ഓൾസോ അനദർ ടൈപ്പ് ഓഫ് spillage waste. Then the next one is sharp ആയിട്ടുള്ള ഐറ്റമുകൾ. അതായത് ഇപ്പൊ നമ്മളുടെ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ടെസ്റ്റ് ട്യൂബുകൾ, അതുപോലെ തന്നെ നമുക്കറിയാം സിറിഞ്ച്, മറ്റു കാര്യങ്ങളൊക്കെ അതിൽ നിന്നൊക്കെ പൊട്ടി നീഡിലൊക്കെ പൊട്ടി താഴെ വീഴാൻ സാധ്യതകളുണ്ട്. അതൊക്കെ താഴെയൊക്കെ വീണ് പോയി കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ ശരിയായ രീതിയിൽ അതിനെ ആ ഭാഗമൊക്കെ ക്ലീൻ ചെയ്തില്ലെങ്കിൽ അതൊക്കെ ആളുകളുടെ ശരീരത്തിലേക്കൊക്കെ തറച്ചു കയറാനൊക്കെയുള്ള സാധ്യതയുണ്ട്. ആൻഡ് ഇറ്റ് മേ കോസ് ഡിഫിക്കൽട്ടീസ്, മറ്റു രീതിയിലുള്ള കാരണങ്ങൾക്ക് കാരണമാകും. ഇനി എന്താ, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ആണ്. റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് സച്ച് റൈസ്, അല്ലെ, റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോട്ടോപ്സ് മറ്റൊക്കെ ഹോസ്പിറ്റൽസിന്റെ ലാബിലൊക്കെ ഉണ്ട്. അതും ഡിഫറെന്റ് ട്രീറ്റ്മെന്റ് പർപ്പസിന് വേണ്ടിയിട്ട് അല്ലെ ഉപയോഗിക്കുന്നതാണ്. അതും വേസ്റ്റുകൾ തന്നെയാണ്. മറ്റൊന്ന് ഓർഗാനിക് മെറ്റീരിയൽസ് സച്ച് നമുക്ക് ഹോസ്പിറ്റൽസിൽ ഫോർ മേക്കിംഗ് റിസർച്ചസ്, പലതരത്തിലുള്ള റിസർച്ചസ് ഒക്കെ നടത്താറുണ്ട് ഹോസ്പിറ്റൽസിലെ. പല എന്താ പറയാ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്, ഒരു രോഗം എന്താണെന്ന് ഡയഗ്നോസിസ് ചെയ്യാൻ വേണ്ടിയിട്ടാകാം ഒരാളുടെ രോഗം. അപ്പൊ അത് ആദ്യമായിട്ട് പുതിയതായിട്ട് വന്ന ഒരു രോഗം, ഇത് നമുക്കറിയാം പരമ്പരാഗതമായിട്ടുണ്ടാകുന്ന രോഗരീതിയൊക്കെ മാറി അല്ലെ. ഇപ്പൊ ഓരോ ആളുകളിലും പുതിയ പുതിയ തരത്തിലുള്ള രോഗങ്ങളാണ് കണ്ടുപിടിക്കപ്പെടുക അല്ലെ. ഇപ്പൊ ഫീവർ തന്നെ, ഒരു കാലത്ത് വന്ന ഫീവറിന്റെ പേരുകളൊക്കെ നമ്മൾ വീണ്ടും ഓരോ പ്രാവശ്യവും, അത് കൂടുതലും മഴക്കാലമൊക്കെ അടുപ്പിച്ച് വരുമ്പോഴാണ് പുതിയ പുതിയ പനികളുടെ ഒക്കെ പേരുകളൊക്കെ നമ്മൾ കേട്ടുവരാം അല്ലെ. നേരത്തെയൊക്കെ ചിക്കുൻകുനിയാന്നോ അങ്ങനെയും മറ്റൊക്കെ പേരുകൾ ഉണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല എന്താ പറയാ, ഒത്തിരി പനികളൊക്കെ ഉണ്ട്, എലിപ്പനിയും മറ്റു കാര്യങ്ങളൊക്കെ ഒത്തിരി വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ വന്ന് മാറി വീണ്ടും പുതിയ പേരുകളിൽ വരുമ്പോ, എന്ന് വെച്ചാൽ നേരത്തെ ഉണ്ടായിരുന്ന പനിയുടെ ലക്ഷണങ്ങളോ അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള സിംറ്റംസോ ഒന്നും അല്ല കാണിക്കപ്പെടുക. അപ്പൊ ചെറിയ മാറ്റങ്ങളോടുകൂടി വരും, അന്നേരം അതിന് പുതിയ പേരും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് അത് ഡയഗ്നോസിസ് ചെയ്ത് അത് എന്ത് പനിയാണെന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് ഫിസിഷ്യൻസിനും അതേ ഡോക്ടേഴ്സിനും ഒക്കെ സമയം എടുക്കും. സോ ദേ ഹാവ് ടു മേക്ക് സം റിസർച്ചസ്. അതിന് വേണ്ടിയിട്ട് പല പഠനങ്ങളും റിസർച്ചസ് ഒക്കെ നടത്തേണ്ടി വരും. സോ ദേ യൂസ് മെനി ടൈപ്പ് ഓഫ് ഓർഗാനിക് മെറ്റീരിയൽസ്. അതിനൊത്തിരി ഓർഗാനിക് മെറ്റീരിയൽസ് ഒക്കെ അവർ ഉപയോഗിക്കും. അത് ഓർഗാനിക് മെറ്റീരിയൽസ് ഉപയോഗിക്കുമ്പോ ഈ എന്താ പറയാ നമ്മളുടെ മൈക്രോ ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ, വൈറസ് അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് റിസർച്ച് പഠനങ്ങളൊക്കെ നടത്തേണ്ടി വരും. സോ അതും ഒരു തരത്തിലുള്ള, അപ്പൊ ബാക്ടീരിയ ഒക്കെ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കണേ. പക്ഷെ ഇറ്റ് മേ ഹാവ് ലീക്കേജ് അല്ലെ, ലീക്ക്, അത് പുറത്തേക്ക് ലീക്കായിട്ട് പോകാനും അവർ ഉപയോഗിക്കുന്ന സമയത്ത് അവരത് റിസർച്ച് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നു. പക്ഷെ when it is not handled properly, അതിൽ നിന്നും ലീക്കേജസ് ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ. അപ്പൊ അത് റിസർച്ചിന് വേണ്ടിയിട്ടാണ്. പക്ഷെ എന്തെങ്കിലും നാശം വരുത്തണം അല്ലെങ്കിൽ ആളുകളിലേക്ക് പടർത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്തതല്ല. ചില ആളുകളൊക്കെ നമ്മളുടെ എന്താ പറയാ കൊറോണയൊക്കെ പുറപ്പെട്ടപ്പോ പറഞ്ഞു, അത് ചൈനക്കാര് അവരെന്തോ ഇതുപോലെയുള്ള റിസർച്ചിന് എന്തോ വേണ്ടി ചെയ്തതാണ്, പക്ഷെ അവരുടെ കൈവിട്ട് പോയി, അങ്ങനെയാണ് അത് സ്പ്രെഡ് ചെയ്തത് മൊത്തത്തിൽ എന്ന് പറഞ്ഞു. അത് ഒരു രാജ്യം നമുക്കറിയാം, ഏത് നാട്ടിലും പല രാജ്യങ്ങളിൽ നിന്നും ഉള്ള ആളുകളൊക്കെ പോയിട്ട് ജോലിയുടെ കാര്യത്തിനായിട്ടാകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും പർപ്പസിനാകാം പുറത്തൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ ഡിഫറെന്റ് കൺട്രീസിൽ, ഇപ്പൊ കേരളത്തിലും അതുപോലെ ഇന്ത്യയിലുള്ള ആളുകളൊക്കെ തന്നെ പല ഡിഫറെന്റ് കൺട്രീസിൽ നിന്ന് ഉണ്ട് എല്ലാവരും തന്നെ. അപ്പൊ ഒരാളിലേക്ക് പടർന്നാൽ മതി, അത് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും. 1 നിന്ന് 2 ആകാം, 2, 4 ആകാം, 8 ആകാം, മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. വൈറസിന്റെ പ്രത്യേകത അതാണ്. ബാക്ടീരിയസ് ആൻഡ് വൈറസ് പെരുകുകയാണ് ചെയ്യുക. ഓരോന്ന് വെച്ചല്ല കൂടെ, അത് പെരുകും. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്നതിന്റെ ഫലമായിട്ട് എന്താകും, അത്തരം മെറ്റീരിയൽസ് ലീക്ക് വരാൻ സാധ്യതയുണ്ട്. വൈ ദേ ആർ ഡൂയിങ് റിസർച്ച് പർപ്പസസ്. ഇനി ദെൻ ഓൾസോ ഡേഞ്ചറസ് ആയിട്ടുള്ള മറ്റ് മെറ്റീരിയൽസ്. ഇനി ഹോസ്പിറ്റൽസിൽ ഒത്തിരി വീണ്ടും ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ദേ ആർ ഹാൻഡിലിംഗ്. അവർ ഹാൻഡിൽ ചെയ്യുന്നത് സച്ച് ആസ് മെർക്കുറി ആൻഡ് ലെഡ്. അതും ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ തന്നെയാണ്, മെർക്കുറിയും ലെഡും ഒക്കെ. EM, അതായത് മെർക്കുറി അല്ലെ, അതൊക്കെ ഇപ്പൊ നമുക്കറിയാം. നമ്മുടെ എന്താ പറയാ തെർമോമീറ്ററിനകത്ത്
നമ്മുടെ അത് നോക്കിയിട്ടാണ് മെർക്കുറിയുടെ ലെവൽ മാറുന്നതനുസരിച്ചിട്ടാണ് നമ്മൾ ടെമ്പറേച്ചറിന്റെ ആ ഒരു നിരക്ക് റേറ്റ് മനസ്സിലാക്കുന്നത്. അപ്പൊ അത് ഇതിന്റെ അകത്തിരിക്കുന്ന സാധനമാണ്. പക്ഷെ അത് താഴേക്ക് വീണ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അത് ലീക്ക് ചെയ്യും, പുറത്തേക്ക് വരും, ചാടിപ്പോരും. അപ്പൊ അത് ടോക്സിക് ആണ് അത്തരം എക്യുപ്മെന്റുകളിൽ ഉണ്ടാകുന്നത്. അപ്പൊ അതും തന്നെ എന്താണ് ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് തന്നെയാണ്. അപ്പോ ഈ പറയുന്നതെല്ലാം തന്നെ ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റുകളാണ്. ഒന്നാമത്തെ തുടങ്ങി നമുക്കൊന്നുകൂടി പറയാം. ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്, കെമിക്കൽസ്, ഷാർപ്സ്, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്, ഓർഗാനിക് മെറ്റീരിയൽസ് ആൻഡ് അതർ ഡേഞ്ചറസ് മെറ്റീരിയൽസ്. മനസ്സിലായോ? അതിന്റെ പേരുകൾ മാത്രമാണ്. എന്തൊക്കെ സ്പില്ലേജ് വേസ്റ്റുകളാണ് ഉള്ളത്, അതിന്റെ പേരുകളാണ് നമ്മൾ ഈ പറഞ്ഞത്. കേട്ടോ? പറഞ്ഞത് എല്ലാവരും കേട്ടു മിസ്സേ. ഓക്കെ. ഇനി നമുക്ക് നോക്കാം. ഇനി നമ്മൾ പറഞ്ഞു എന്തൊക്കെ സ്പില്ലേജ് വേസ്റ്റുകൾ. അപ്പൊ അതിന്റെ പേരുകൾ നമുക്ക് മനസ്സിലായി. ഇനി അതിനെ എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യും? ലീക്കേജ് ഓഫ് വേസ്റ്റ് മാനേജ്മെന്റ്. ഇത്തരം ലീക്കേജിനെ അല്ലെങ്കിൽ ഇത്തരം ലീക്കേജ് വേസ്റ്റിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്നാണ്. അപ്പൊ ലീക്കേജ് വേസ്റ്റ് നമ്മൾ പറഞ്ഞു ഇഷ്ടം പോലെ ഉണ്ട്, ഒത്തിരി ഉണ്ട്. ഇഫ് ഇറ്റ് ഈസ് നോട്ട് മാനേജ്ഡ് പ്രോപ്പർലി ഇറ്റ് വിൽ കോസ് വെരി സീരിയസ് ഇഷ്യൂസ്. അല്ലെ? അത് നല്ല രീതിയിൽ മാനേജ് ചെയ്തില്ല എങ്കിൽ നല്ല സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. എൻവയോൺമെന്റ് പൊല്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഹെൽത്ത് കെയർ വർക്കേഴ്സിനും അതുപോലെ തന്നെ പേഷ്യൻസിനും അതുപോലെ തന്നെ മൊത്തം ആളുകൾക്കും അതൊക്കെ ഭയങ്കര ഡേഞ്ചറസ് സിറ്റുവേഷൻസിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. സോ ഹൗ ക്യാൻ വി മാനേജ് ഇറ്റ്? എങ്ങനെ നമ്മൾ അതിനെ മാനേജ് ചെയ്യും? ടു മാനേജ് ദ ലീക്കേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽസ് വി ഹാവ് ടു ടേക്ക് സം സ്റ്റെപ്സ്. ഇതൊക്കെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് നടപടികൾ സ്വീകരിച്ചേ മതിയാകും. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സ്റ്റെപ്സ് ടു ബി ടേക്കൺ ടു കൺട്രോൾ ദ ലീക്കേജ് വേസ്റ്റ്. ലീക്കേജ് വേസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ, മാനേജ് ചെയ്യാൻ എന്തൊക്കെ സ്റ്റെപ്സ് നമുക്ക് എടുക്കാം? ഒന്നാമത്തേത്, ഹാവ് എ ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ ഇൻ പ്ലേസ്. അതായത് ഇത്തരം ലീക്കേജസ് എവിടെയാണ് ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അത് ഏതൊക്കെ ടൈപ്പിലുള്ളതാണ് എന്ന് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കാം. അതായത് എവിടെയാണ് ഈ ലീക്കേജ് ഉണ്ടാകേണ്ടതെന്നും, അതായത് ഹോസ്പിറ്റൽ ഷുഡ് ഹാവ് എ പ്ലാൻ, പ്രോപ്പർ പ്ലാൻ. എവിടെയൊക്കെ ഇത്തരം ലീക്കേജസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവർ നേരത്തെ കൂട്ടിയൊരു പ്ലാനിങ് വേണം. അല്ലാതെ അവിടെ വരുമ്പോഴാണ് ഇത് ലീക്ക് ചെയ്യാൻ സാധ്യത ഉണ്ടായിരുന്നോ എന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോഴല്ല. They should have forecast. അവർക്ക് നേരത്തെ കൂട്ടി പ്രീ പ്ലാൻ ചെയ്യണം. എന്ത് ഇങ്ങനെ സ്ഥലങ്ങളിൽ ലീക്കേജസ് ഉണ്ടാകാൻ സാധ്യത. സോ ദേ ക്യാൻ ടേക്ക് പ്രിക്കോഷൻസ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാധ്യതകൾ ഉണ്ടെങ്കിലേ മുൻകരുതൽ എടുക്കാൻ പറ്റുള്ളൂ. അല്ലെ? സാധ്യതകൾ ഉണ്ടെങ്കിൽ മാത്രമേ മുൻകരുതൽ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു എന്താ പറയാ സെർട്ടൺ ആയിട്ടുള്ള കാര്യം, അതായത് അൺസർട്ടനിറ്റി ആണ് ഇവിടെ. ശരിക്കും സാധ്യതയാണ്, ഉണ്ടാകാം, ഇല്ലായിരിക്കാം. അപ്പൊ നമ്മള് എന്താ പറയാ 2018 ഫ്ലഡ് വന്നത്. അല്ലെ? വെള്ളപ്പൊക്കം. ഞങ്ങളൊക്കെ ഭയങ്കരമായിട്ട് മുങ്ങിപ്പോയ ആൾക്കാരാണ്. ഒത്തിരി മുങ്ങി. വീടുകളൊക്കെ മൊത്തത്തില് ഏകദേശം നമ്മളുടെ ഹൈറ്റിനേക്കാളും കുറച്ചുകൂടി ഉയരത്തിലൊക്കെ ഫ്ലഡൊക്കെ വന്നിട്ട് മുങ്ങിപ്പോയതാണ്. എല്ലാ ഇട്ടിട്ടൊക്കെ നമ്മൾ പോയി കളഞ്ഞു. ഇട്ട ഡ്രസ്സ് മാത്രമേ നമുക്കൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പൊ എന്താ പറയാ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ പോയി എന്ന് വെച്ചാൽ നമ്മള് പോകുന്ന സമയത്ത് തിരിഞ്ഞു നോക്കുമ്പോ നമുക്കറിയില്ല ഇനി ഇങ്ങോട്ടേക്ക് ഒരു തിരിച്ച് വരവുണ്ടാകുന്നു. കാരണം പോകുന്ന വഴിയിലൊക്കെ ഇപ്പൊ 1 ഫ്ലോർഡ് ആയിട്ടുള്ള ഒത്തിരി 2 എന്താ പറയാ നിലയൊന്നും ഇല്ലാത്ത വീടുകളൊക്കെ കംപ്ലീറ്റ്ലി അത് വെള്ളത്തിനടിയിലായി പോയി. 2 നിലയുള്ളവരുടെ മാത്രം മുകളിലേക്ക് നില വിസിബിൾ ആയിരുന്നുള്ളൂ. ബോട്ടിലും വഞ്ചിയിലും അല്ലെങ്കിൽ മിലിറ്ററിക്കാർ വന്നിട്ട് അവരുടേതായ ഒരു സംഭവത്തിലൊക്കെ അവര് ബലൂൺ ഊതി വീർപ്പിക്കുന്നത് പോലെ ഉള്ള ഒരു സാധനം എന്താ പറയാ എയർ നിറച്ചിട്ട് അത് ഒരു എന്താ പറയാ ഒരു വട്ടത്തിലുണ്ടാകുന്ന ഒരു സാധനം പോലെ ആക്കി അതിനകത്താണ് കുറെ ആൾക്കാരൊക്കെ കയറ്റിയിട്ട് പോയത്. ഒത്തിരി പ്രായം ചെന്ന ആളുകള് വീടുകളിലൊക്കെ വയ്യാണ്ട് കിടന്നവരൊക്കെ അതിനകത്തൊക്കെ കൊണ്ടുപോയി. അവര് ഒത്തിരി റിസ്ക് എടുത്തിട്ടാണ് അവരും കൊണ്ടുപോയത്. നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണ്. തിരിച്ചു നോക്കുമ്പോ ഒക്കെ വീടുകളൊക്കെ ഇങ്ങനെ വെള്ളത്തിന്റെ അടിയില്ല. അപ്പൊ വിചാരിച്ചില്ല തിരിച്ചിങ്ങോട്ടൊരു വരവുണ്ടാവില്ല. ഇപ്പൊ നമ്മള് എപ്പോഴും അലർട്ട് ആയിട്ടിരിക്കും. മഴ പെയ്യുമ്പോ, അതായത് കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അടുപ്പിച്ച് മഴ പെയ്യുമ്പോ നമ്മള് ഭയങ്കര അലർട്ടാണ്. കാരണം അവര് അലർട്ട്, യെല്ലോ അലർട്ട് എന്നും റെഡ് അലർട്ട് എന്നൊക്കെ പറയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇവിടെ അലർട്ട് ആയിട്ടിരിക്കും. കാരണം അടുത്തൊരു വെള്ളപ്പൊക്കം ഉണ്ടാകുമോ, അപ്പൊ സാധ്യതകളുണ്ട് എന്നാണ്. അവിടെ ഇവിടെയൊക്കെ കുറച്ച് വെള്ളം നിറയുമ്പോൾ നമുക്ക് ഒരു പേടിയാണ്, ഇനി അങ്ങനെ ഉണ്ടാകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? അതിന് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് ഇപ്പൊ നമ്മൾ നേരത്തെ എടുത്തു തുടങ്ങും. കാരണം ഇനി അന്ന് ഫേസ് ചെയ്തതുപോലെയുള്ള ഒരു ഡിഫിക്കൽറ്റിയെ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല. ഹോസ്പിറ്റൽസിലും പലതരത്തിലുള്ള എന്താ പറയാ ലീക്കേജസ് പല ഇടങ്ങളിലും ഉണ്ടാകും. മിസ്സിന്റെ വീട് എവിടാ? ഞങ്ങളിവിടെ നോർത്ത് പറവൂരാണ്. നിങ്ങൾക്കൊക്കെ വെള്ളം ഉണ്ടായിരുന്നോ? ഞങ്ങൾക്ക് പ്രശ്നമില്ലായിരുന്നു. ഞങ്ങള് ചങ്ങനാശ്ശേരിയാ. അവിടെയൊന്നും വെള്ളമില്ലായിരുന്നു. അവിടെ ഞങ്ങളുടെ ഏരിയ വെള്ളം പോകുന്നതാണ്. ആരെങ്കിലും ഉണ്ടോ വെള്ളത്തില് ഫ്ലഡ് ഫേസ് ചെയ്തവരാരെങ്കിലും ഇരിപ്പുണ്ടോ അവിടെ? ആരുമില്ല.
ഞങ്ങൾക്ക് ആ പ്ലേസ് അറിയാം. അതിന്റെ അടുത്ത് ഞാൻ LBS പഠിച്ചത് ആലപ്പുഴയിലെ. ആ അതുകൊണ്ട് എനിക്ക് അവിടെ ഒക്കെ അറിയാം. പറവൂര്. അത് ആ, ശരി. നോർത്ത് പറവൂർ എന്റെ ഫ്രണ്ട്. നോർത്ത് പറവൂരാണ് കേട്ടോ. സൗത്ത് പറവൂർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലം കൂടി ഉണ്ട്. അത് നിങ്ങളുടെ അവിടെ കോട്ടയം ഡിസ്ട്രിക്റ്റ് ആണ് അല്ലേ? സൗത്ത് പറവൂർ. അതെ, ഞാൻ മിസ് വണ്ടാനം പോകുന്ന റൂട്ടല്ലേ? എന്തോ? വണ്ടാനം പോകുന്ന റൂട്ടല്ലേ ആലപ്പുഴ? ആ അതെ അതെ. ആ, ഓക്കെ. അപ്പൊ അവിടെ വേറെ ഒരെണ്ണമുണ്ട് പറവൂർ. ഇത് നോർത്ത് പറവൂരാണ്. ഇവിടെയൊക്കെ മൊത്തം വെള്ളത്തിലായിരുന്നു. മൊത്തം എന്ന് പറഞ്ഞാൽ നമ്മള് വിചാരിക്കില്ല ഇനി ഒരു തിരിച്ച് നമ്മളുടെയൊക്കെ വീടൊക്കെ കാണാൻ പറ്റുമോ എന്നൊക്കെ. ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ നശിച്ചു എന്നൊക്കെയാണ്. പക്ഷെ നമ്മൾക്ക് എടുക്കാൻ പറ്റുന്നതൊക്കെ നമ്മൾ എടുത്തു. ഡ്രസ് ഐറ്റംസ് ആണ് കൂടുതലും ആളുകൾക്ക് നഷ്ടപ്പെട്ടു പോയത്. അതെന്ന് വെച്ചാൽ വെള്ളം മാത്രമല്ലല്ലോ ഈ വരുന്നേ, വെള്ളത്തില് അഴുക്കും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതനുസരിച്ചിട്ട് അതിനകത്തൊക്കെ കയറി പിടിക്കുമ്പോ പിന്നെ നമുക്കത് ഭയങ്കര പേടി. കാരണം ഏതൊക്കെ എവിടെയൊക്കെ കിടന്ന അഴുക്കുകളാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത്. അപ്പൊ ഡ്രസ്സൊക്കെ നമുക്ക് അതൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു പേടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ നമ്മൾ ഓവർകം ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്കാർക്കും ഇല്ലാത്തത് കൊണ്ട് നിങ്ങളൊക്കെ ഭാഗ്യം ചെയ്തവരാണ്. ഞങ്ങളൊക്കെ ഇങ്ങനെപ്പെട്ടവരാണ്. പക്ഷെ ഞങ്ങൾക്കൊക്കെ ഇനി ഏതൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നാലും നമ്മളൊക്കെ അതിനെയൊക്കെ ഓവർകം ചെയ്ത് പോകും എന്ന്. ഇത്തരം ബാഡ് സിറ്റുവേഷൻസ് ഒക്കെ എന്ത് വന്നാലും നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസം കൂടി നമുക്ക് തരുന്ന രീതിയിലാണത്. ഓക്കെ. എന്റെ സിസ്റ്ററിനുണ്ടായിരുന്നു മിസ്. അതുകൊണ്ട് എനിക്ക് അറിയാം ഈ കേസ്. എന്റെ സിസ്റ്ററിന്റെ വീട്ടിൽ ഇതുപോലെ എല്ലാം നഷ്ടപ്പെട്ടു പോയത് അവിടെ ഫ്ലഡ് വന്നിട്ട്. അതെ അതെ. അത് പത്തനംതിട്ടയില്ലേ അവര് താമസിക്കുന്നേ. അങ്ങനെ പാടായിരുന്നു. പക്ഷെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചു പിള്ളേരൊക്കെ അന്നത്തെ കുറച്ചുകൂടി ചെറുതായിരുന്നു. അവരൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വെള്ളം ഇത്രയും വെള്ളത്തിലൊക്കെ ഞങ്ങൾ നീന്തി ഒരു സ്കൂളിന്റെ മുകളിലത്തെ നിലയിലേക്ക് കയറിപ്പോയത്. സ്കൂളിന്റെ താഴത്തെ നില മൊത്തം മുങ്ങി കിടക്കുന്നത്. അതിന്റെ മുകളിലത്തെ നിലയിലേക്ക് ഞങ്ങളൊക്കെ കയറ്റാൻ ഇത്രയും വെള്ളത്തിലാണ് നമ്മളെയൊക്കെ ആളുകൾ പിടിച്ചൊക്കെ കുറെ നേരമൊക്കെ നടന്നു. പക്ഷെ കുറെ അടുത്തെത്താറായപ്പോൾ ഇത്രയും വെള്ളമൊക്കെ ആയി. കുട്ടികളൊക്കെ ഇങ്ങനെ ഒക്കത്തൊക്കെ എടുത്ത് വെച്ചിട്ട് ഓരോരുത്തരൊക്കെ കയറി പോകാൻ അത് ഭയങ്കര കാഴ്ച തന്നെയാണ്. ഓർക്കാൻ നമുക്ക് ഇഷ്ടപ്പെടുന്നതല്ല. അപ്പൊ അത് ഓർക്കുമ്പോ പക്ഷെ അതെങ്ങനെ നമ്മള് അതിൽ നിന്ന് അതിജീവിച്ച് വന്നു എന്ന് ഇപ്പൊ പേടിയുണ്ട്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് കാരണം അന്നത്തെ കാര്യം ഓർക്കുമ്പോ അപ്പൊ നമ്മൾ അതിനൊക്കെ ഇതാക്കി. അപ്പൊ ഇതൊക്കെ എന്താണ് പറയാ, അതും ഹോസ്പിറ്റലിന്റെ ബ്ലഡ് അതുപോലെ തന്നെ നമ്മളെന്താ പറഞ്ഞിരുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യും എന്നുള്ളതിന്റെ സ്റ്റെപ്സ് ആണ്. ഒന്നാമത്തേത് ഹോസ്പിറ്റൽ ഷുഡ് ഹാവ് പ്രോപ്പർ പ്ലാൻ. അപ്പൊ നമുക്ക് എന്തിനും ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. ഇത്തരം പോസിബിലിറ്റീസ് ഉണ്ട്, അതിനെ കുറിച്ച് ഐഡന്റിഫൈ ചെയ്യണം. വേർ ഈസ് ദ ലീക്കേജ് ഹാസ് ടു ബി ടേക്കൺ പ്ലേസ്. എവിടെ ആ ലീക്കേജ് ഉണ്ടാകും, അതിന്റെ ടൈപ്പ് ഓഫ് ലീക്കേജ് എന്താണ്, ഇനി ആ ലീക്കേജ് കൊണ്ട് വാട്ട് ഈസ് ദ റിസ്ക് ഇൻവോൾവ്ഡ് ഇൻ ദാറ്റ്, അതിനകത്ത് ഉണ്ടാകാവുന്ന പരമാവധി എന്താ പറയാ റിസ്ക് എന്താണ്. ഒത്തിരി ചില ലീക്കേജസ് ചിലപ്പോൾ കുഴപ്പമില്ലാതിരിക്കാം. എത്രത്തോളം റിസ്ക് ഫാക്ടർ കൂടുതലാണ് എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യണം. ഇതൊക്കെ ഹോസ്പിറ്റലിൽ നേരെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കണം. ആൻഡ് they have to take apt measures and clean up the leakage. ഇനി ആ ലീക്കേജ് ഉണ്ടായാൽ അതിനെങ്ങനെ നമുക്ക് ക്ലീൻ അപ്പ് ചെയ്യാം എന്നുള്ളതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. അപ്പൊ ലീക്കേജസ് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ, അത് എവിടെയാണ്, എങ്ങനെയുള്ള ലീക്കേജ് ആണ്, അതിൽ എത്രത്തോളം റിസ്ക് ഫാക്ടർ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ അത്തരം ലീക്കേജുകളെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം അല്ലെങ്കിൽ അതിനെ എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നുള്ള മെഷേഴ്സ് ഇതൊക്കെ നേരത്തെ കുട്ടി പ്ലാൻ ചെയ്ത് വെക്കേണ്ടത് ഹോസ്പിറ്റലിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഹോസ്പിറ്റലിന്റെ പ്ലാനിങ് ആണ്. ശരിക്കും ആദ്യം തന്നെ ഒരു പ്ലാൻ ചെയ്യലാണ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്, പ്രൊവൈഡ് ആപ്റ്റ് ലീക്കേജ് റെസ്പോൺസ് എക്യുപ്മെന്റ്. ഇങ്ങനെ ലീക്കേജ് ഉണ്ടായി എന്ന് വിചാരിക്കാം. ഈ ലീക്കേജ് ഉള്ള മെറ്റീരിയൽസ് എങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും, അതിന് വേണ്ടിയിട്ട് ആപ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യണ്ടേ. ഇത് സ്പില്ലേജ് വന്നു, ഇതുപോലെ ചെന്ന് എല്ലാവരും കൂടി നോക്കിയിരുന്നു കഴിഞ്ഞാൽ അതിന് യാതൊരു ഉപകാരവുമില്ല അല്ലെ. അപ്പൊ അതിന് എന്ത് എക്യുപ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്ത് ക്ലീൻ ദാറ്റ് സ്പില്ലേജ്, ആ സ്പില്ലേജ് എങ്ങനെ നമുക്കത് ക്ലീൻ ചെയ്യാം, അതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ ഷുഡ് ഇഷ്യൂ പ്രോപ്പർ എക്യുപ്മെന്റ്സ് സച്ച് ആസ് അബ്സോർബന്റ് പാഡ്സ്, ഗ്ലൗസ് ആൻഡ് എന്താ പറയാ മാസ്ക് അല്ലെ, ഗൗണുകള്, മാസ്കുകള്, ഗ്ലൗസ്, പിന്നെ അബ്സോർബന്റ് പാഡുകൾ. അതായത് ഇത്തരം ലീക്കേജുകൾ വീണ് കഴിയുമ്പോൾ അവിടെ ഇടാൻ പറ്റിയ പാഡുകൾ ഉണ്ട് എന്ന് വെച്ചാൽ പേപ്പർ പാഡുകൾ. ദാറ്റ് മീൻസ് ദാറ്റ് പേപ്പർ അല്ലെങ്കിൽ അത്തരം പാഡുകൾ വിൽ അബ്സോർബ് ദാറ്റ് ലീക്കേജ്. ആ ലീക്കേജിനെ അബ്സോർബ് ചെയ്തെടുക്കും, വലിച്ചെടുക്കുന്നത്. നമ്മള് താഴേക്ക് എന്തെങ്കിലുമൊക്കെ വീണ് കഴിയുമ്പോൾ ചിലപ്പോൾ ചില തുണി കൊണ്ടുവന്നിടും, ചിലര് മറ്റേ ടിഷ്യൂ പേപ്പർ കൊണ്ട് അതെന്ത് ചെയ്യും, പെട്ടെന്ന് വലിച്ചെടുക്കും അല്ലെ, അബ്സോർബ് ചെയ്തെടുക്കും. അപ്പൊ അത്തരം അബ്സോർബന്റ് പാഡുകളും അതുപോലെ തന്നെ ആ പാഡുകൾ ഇട്ട് വെക്കുക. അത് ഇട്ട് വെച്ചിട്ട് അത് അബ്സോർബ് ചെയ്ത് മുഴുവനും ആ ഇതിനകത്തേക്ക് ആ പേപ്പറോ എന്താണോ ആ പാഡിനകത്തേക്ക് മുഴുവനും അബ്സോർബ് ചെയ്ത് കഴിഞ്ഞു എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ വി ക്യാൻ ക്ലീൻ ഇറ്റ്.
ബൈ യൂസിങ് വിത്തൗട്ട് അവർ ബെയർ ഹാൻഡ്സ്, നമ്മുടെ ബെയർ ഹാൻഡ് ഉപയോഗിച്ചില്ല, നമ്മുടെ ഈ എന്താ പറയാ ഒന്നും ഇടാത്ത നഗ്നമായ കൈകൾ കൊണ്ടല്ല എടുക്കേണ്ടത്. അത് ഗ്ലൗസ് ഒക്കെ ഇട്ട് നല്ല ഭയങ്കര പ്രോപ്പർ പ്രിക്കോഷൻസ് ഒക്കെ ഇട്ട് ഗ്ലൗസ് ഇട്ട്, അതുപോലെ വലിയ ചിലപ്പോ എന്താ പറയാ ഗൗൺ പോലെ ചിലപ്പോ അതൊക്കെ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഡ്രസ്സിലേക്കൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരു കുഞ്ഞ് സ്പോട്ട് പോലെ ആണെങ്കിലും അത് നമ്മുടെ മേത്തേക്ക് തെറിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് വലിയ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, അതുപോലെയുള്ള ഡ്രസ്സ് ഉണ്ട്. അപ്പൊ ഗൗൺ എന്നാണ് പറയുന്നത് ഇവിടെ. ഗൗൺ മീൻസ് ഫ്രം ദ ടോപ്പ് ടു ബോട്ടം വരെയുള്ള നീണ്ട ഉടുപ്പാണ്, അതാണ് ഗൗൺ ഉദ്ദേശിക്കുന്നത്. പിന്നെ ചിലപ്പോൾ സംടൈംസ് വി ഹാവ് ടു ഓൾസോ യൂസ് മാസ്ക്, കണ്ണിലേക്കോ മുഖത്തേക്കോ ഒക്കെ തെറിച്ച് ചെയ്യാതിരിക്കാൻ ഫേസ് ഷീൽഡുകളോ മാസ്കുകളോ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്തിരിക്കണം. അപ്പൊ ഇത്തരം സ്പില്ലേജുകളൊക്കെ സ്ഥലങ്ങളിലൊക്കെ ഈ സാധനങ്ങൾ നമ്മുടെ കയ്യെത്തുന്ന ദൂരത്തുണ്ടായിരിക്കണം. അല്ലാതെ സ്പില്ലേജ് ഉണ്ടായി ഓടിപ്പോയി ഹോസ്പിറ്റലിന്റെ ചുറ്റും ഓടി നടന്നു, ഇത് കിട്ടിയില്ല അതുകൊണ്ട് ക്ലീൻ ചെയ്യാൻ വൈകി, അപ്പോഴേക്കും അതൊക്കെ എവിടേക്കെങ്കിലൊക്കെ സ്പ്രെഡായി ആകെ നാശകൂമ്പാരാക്കുന്നതിന് മുമ്പ് തന്നെ അത് നമ്മുടെ കയ്യെത്തുന്ന ദൂരത്ത് ആ സ്പില്ലേജ് ഉണ്ടാകാൻ സാധ്യതയുള്ള ഇടങ്ങളിലൊക്കെ ഇത്തരം മെറ്റീരിയൽസ് ഷുഡ് ബി പ്ലേസ്ഡ്. അതൊക്കെ അവിടെ കൊണ്ട് വെച്ചിരിക്കണം. അപ്പൊ എന്തൊക്കെയാണ് വെക്കേണ്ടത്? ഗ്ലൗസ് വെക്കണം, അബ്സോർബന്റ് പാഡ്സ് വെക്കണം, ഗൗൺസ് വെക്കണം, മാസ്കുകള്, ഇതൊക്കെ അവിടെ കറക്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കണം ഹോസ്പിറ്റൽസിൽ. Then the next one is അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. They have to train the staff in leakage response. How they have to respond to the leakage. എങ്ങനെയാണ് ലീക്കേജ് വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടി അതിനെതിരെ റെസ്പോണ്ട് ചെയ്യേണ്ടത് സ്റ്റാഫുകൾ എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞിരിക്കണം. എല്ലാ ഹോസ്പിറ്റലിന്റെ സ്റ്റാഫുകൾക്കും അതിനുവേണ്ടി പ്രോപ്പർ ട്രെയിനിങ് ഷുഡ് ബി പ്രൊവൈഡഡ്. അതായത് ഇങ്ങനെ ലീക്കേജ് ഉണ്ടാകും, ഇന്ന കെമിക്കൽസ് ലീക്കേജ് വരാൻ സാധ്യതയുള്ളതാണ്, അപ്പൊ അത്തരം കെമിക്കൽസ് ലീക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ഹാവ് ടു ഡു ദീസ് തിങ്സ്, ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. അതിനുള്ള പ്രോപ്പർ ട്രെയിനിങ് അവർക്ക് കൊടുത്തിരിക്കണം. ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ they can act immediately. അപ്പൊ തന്നെ പെട്ടെന്ന് അവർക്ക് ആക്ഷൻ എടുക്കാൻ പറ്റും. കാരണം നമുക്കറിയാം, നമുക്ക് പറയില്ലാത്തൊരു കാര്യത്തിൽ നമ്മളിങ്ങനെ പകച്ചു നിൽക്കും അല്ലെ, നമുക്ക് ട്രെയിനിങ് ഇല്ല, നമ്മളൊരു കാര്യം നമുക്ക് സംഭവിച്ചു, എന്താ ചെയ്യണ്ടേ എന്നോർത്ത് ഇങ്ങനെ പകച്ചു നിന്നതുകൊണ്ട് ഒരു കാര്യം നടക്കുന്നില്ല. വി ഹാവ് ടു ആക്ട് ടു ഇറ്റ്. അതിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒരു ആക്ഷൻ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് അതിൽ നിന്നും ആ ഒരു കാര്യത്തെ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ, ഇന്ന ആക്ഷൻ എടുക്കണം എന്ന്. അപ്പൊ അതിന് ആർക്ക് കൊടുക്കണം ട്രെയിനിങ്? അവിടുത്തെ എല്ലാ ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക്, സ്റ്റാഫുകൾക്കൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കണം. എങ്ങനെയാണ് ഈ പറയുന്ന ലീക്കേജ് ഉണ്ടായി കഴിഞ്ഞാൽ വിച്ച് എക്യുപ്മെന്റ് ഹാസ് ടു ബി യൂസ്ഡ്, എന്ത് എക്യുപ്മെന്റ് ഉപയോഗിച്ച് അത് ക്ലീൻ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ എടുക്കണം. അപ്പൊ ഇങ്ങനെ ലീക്കേജ് ഉണ്ടായാൽ ഫസ്റ്റ് ദേ ഹാവ് ടു യൂസ് ദ ഗൗൺസ്, ഫേസ് മാസ്ക് ആൻഡ് ഓൾസോ അതർ തിങ്സ്. ഗ്ലൗസും മറ്റു ഫേസ് മാസ്കും ഗൗൺസ് ഒക്കെ ഇട്ടിട്ട് വേഗം തന്നെ അതിൽ അബ്സോർബന്റ് പാഡുകളൊക്കെ ഇടാം. ആൻഡ് ആഫ്റ്റർ യു ഹാവ് ഫെൽറ്റ് ദാറ്റ് തിങ്സ് ആർ അബ്സോർബ്ഡ്, അത്തരം സാധനങ്ങളിലേക്ക് ആ പാഡുകളൊക്കെ മൊത്തം അബ്സോർബ് ചെയ്ത് കഴിഞ്ഞു എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ അവർക്ക് അത് ക്ലീൻ ചെയ്യാം. ഇതൊക്കെ ക്ലീൻ ചെയ്ത് കൊണ്ടുപോകുന്നതിനൊക്കെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു ക്ലീൻ ചെയ്ത ഒരു കണ്ടെയ്ൻമെന്റിനകത്തേക്ക് നിറയ്ക്കാം. എന്തെങ്കിലും ബാഗുകളിലോ പെട്ടി ബാസ്കറ്റ് പോലെ, അത് കളേഴ്സ് ഉണ്ട് കേട്ടോ. ഓരോ തരത്തിലുള്ള സാധനങ്ങൾ കണ്ടെയ്ൻമെന്റ് ചെയ്യാനായിട്ട് ഡിഫറെന്റ് കളേഴ്സ് ഓഫ് എന്താ പറയാ ബാസ്കറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഹോസ്പിറ്റൽസ്. യെല്ലോ കളർ, ബ്ലൂ കളർ, റെഡ് കളർ ഒക്കെയാണ് അത് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ആ ഒരു കണ്ടെയ്ൻമെന്റ് ബോക്സുകൾ. ക്ലീൻ ചെയ്യുന്ന സാധനങ്ങൾ അതിനകത്തേക്ക് ക്ലീൻ ചെയ്തിട്ട് അത് ഓരോന്നും ഓരോ ടൈപ്പ് ഓഫ് സ്പില്ലേജിന് ഡിഫറെന്റ് കളേഴ്സ് ആണ് യൂസ്ഡ്. നമ്മൾ പല കളറുകളാണ് ഉപയോഗിക്കുന്നത്. ഓരോ എന്ത് സ്പില്ലേജ് ആണ് ആ സ്പില്ലേജിന്റെ നേച്ചർ അനുസരിച്ചാണ് കളർ ഓഫ് ബാസ്കറ്റ് ചൂസ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ ഷാർപ്പായിട്ടുള്ളതൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നത് റെഡ് കളറൊക്കെ ആയിരിക്കും. കാരണം അത് ഭയങ്കര ഡേഞ്ചറസ് ആണല്ലോ. അതുകൊണ്ട് അത് നിങ്ങൾക്ക് യൂട്യൂബിലൊന്ന് അടിച്ചു നോക്കി കഴിഞ്ഞാൽ കിട്ടും. കണ്ടെയ്ൻമെന്റ് സ്പില്ലേജ് വേസ്റ്റ് കണ്ടെയ്ൻമെന്റ് ബാഗുകൾ അല്ലെങ്കിൽ ബാസ്കറ്റ്സ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അവരത് ചെയ്യുന്നതും കാണിക്കാൻ പറ്റും. ഓക്കെ, കാണാൻ പറ്റും നമുക്കത്. അപ്പൊ അവരുപയോഗിക്കുന്ന ഡിഫറെന്റ് പെട്ടികൾ. അപ്പൊ അത് അതുപോലെ തന്നെ. അപ്പൊ സ്റ്റാഫിന് എളുപ്പം എന്ത് ചെയ്തിരിക്കണം, ഓരോ സമയത്തും അവർക്ക് ഇടയ്ക്ക് ഇതുപോലെയുള്ള സ്പില്ലേജുകൾ ഉണ്ടാകാം എന്ന ഉള്ള കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയും ആൻഡ് ഓൾസോ ഹാവ് ടു ബി ഗിവൺ പ്രോപ്പർ ട്രെയിനിങ് ഹൗ ടു റെസ്പോണ്ട് ടു ദാറ്റ് പർട്ടിക്കുലർ സ്പില്ലേജ്. അത്തരം സ്പില്ലേജുകൾ ഉണ്ടാകുമ്പോൾ അതിനെങ്ങനെ റെസ്പോണ്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുത്തിരിക്കണം. And the next one is use proper leakage containment materials. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രോപ്പർ ആയിട്ടുള്ള കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ് ആണ് അവർ ഉപയോഗിക്കേണ്ടത്. ഓരോന്നും ഇപ്പൊ ബ്ലഡ് ആണോ ലീക്ക് ചെയ്തിരിക്കുന്നത്, ബോഡി ഫ്ലൂയിഡ്സുകളാണോ, മറ്റേതെങ്കിലും തരത്തിലുള്ള ലിക്വിഡുകളാണോ, എന്താണോ സ്പില്ലായിരിക്കുന്നത് എന്നുള്ളത് അവർ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള കണ്ടെയ്ൻമെന്റുകൾ തന്നെ. അല്ലെങ്കിൽ ബ്ലോക്കേജസ് അല്ലെങ്കിൽ ബ്ലോക്കേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിറച്ചു വെക്കുന്ന സാധനം എടുത്തിട്ട് ക്ലീൻ ചെയ്തിട്ട് എടുത്ത് മാറ്റുന്നത് എന്തിലേക്കാണോ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് അവര് നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, അത്തരം എക്യുപ്മെന്റുകൾ ഉപയോഗിച്ച് അത് ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള ലീക്കേജ് കണ്ടെയ്ൻമെന്റ് ആണ് അവർ ഉപയോഗിക്കേണ്ടത് ഓരോ ലീക്കേജിലും. ഇപ്പൊ കെമിക്കൽസ് ലീക്ക് ചെയ്താൽ അത് എവിടെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്, ക്ലീൻ ചെയ്തിട്ട് എവിടെ സ്റ്റോർ ചെയ്യണം,
അല്ലാതെ ബോഡി ഫ്ലൂയിഡ്സ് എന്തെങ്കിലും ആണ് വീട് അത് ക്ലീൻ ചെയ്തിട്ട് എവിടെ ഫില്ല് ചെയ്യണം, അങ്ങനെ ഡിഫറെന്റ് പർപ്പസ് ഉണ്ട് ഓരോന്നിനും, ഓരോ ബോക്സിനും, അതനുസരിച്ച് അവര് ക്ലീൻ ചെയ്യുക. Next one, dispose of leakage waste in a proper manner, which is according to the hospital's rules and regulations. Hospital ഓക്കെ, നെറ്റ് പെട്ടെന്ന് ഡിസ്കണക്ട് ആയിപ്പോയി, സോറി. അപ്പൊ നമ്മള് എന്താണ് പറയാ, അപ്പൊ ഇത്തരം ലീക്കേജസ് ഒക്കെ നമ്മൾ കണ്ടെയ്ൻമെന്റുകളിലാക്കി വെച്ചിട്ടുണ്ടല്ലോ, പക്ഷെ അതങ്ങനെ എന്നും ഇരിക്കാനുള്ളതല്ല. ആൻഡ് ഇറ്റ് ഷുഡ് ബി ഡിസ്പോസ്ഡ് അക്കോർഡിംഗ് ടു ദ പോളിസീസ് ഓഫ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ പോളിസിക്ക് അനുസരിച്ച് തന്നെ അതിനൊക്കെ ഡിസ്കാർഡ് ചെയ്യണം. എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ എങ്ങനെയാണോ ഇത്തരം ലീക്കേജസ് ഒക്കെ കണ്ടെയ്ൻമെന്റിലാക്കി വെച്ചിരിക്കുന്നത്, അതെങ്ങനെയാണ് ഡിസ്കാർഡ് ചെയ്യേണ്ടത്, ഡിസ്പോസ് ചെയ്യേണ്ടതെന്ന് അവർക്കൊരു റൂളൊക്കെ ഉണ്ടാവും, റെഗുലേഷൻസും പോളിസീസ് ഒക്കെ ഉണ്ടാവും. അക്കോർഡിംഗ് ടു ദാറ്റ് അതിനെ എന്ത് ചെയ്യണം, ഡിസ്കാർഡ് ചെയ്യണം. എങ്ങനെയാണ് അത് അവിടെ നിന്ന് കളയേണ്ടത്, വെറുതെ കൊണ്ടുപോയി റോഡിലോ എവിടെയെങ്കിലും വലിച്ചെറിഞ്ഞിടാനല്ല, അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ കോമ്പൗണ്ടിലോ അലസമായിട്ട് ഇടാനല്ല. അവർക്ക് അതിനുള്ള റെഗുലേഷൻസ് ഉണ്ട്, പോളിസീസ് ഉണ്ട്, എങ്ങനെയാണ് ഇതൊക്കെ ഡിസ്കാർഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് നമ്മളുടെ ഹോസ്പിറ്റലിന്റെ സ്പില്ലേജ് വന്നു കഴിഞ്ഞാൽ അതിനെ മാനേജ് ചെയ്യാൻ നമ്മൾ എടുക്കേണ്ട കുറച്ച് സ്റ്റെപ്സ് ആണ്. അപ്പൊ ഏതൊക്കെ സ്റ്റെപ്സ് ആണ് പറഞ്ഞത്? ഫസ്റ്റ് എന്തായിരുന്നു? the hospital must have proper planning. ഒരു പ്രോപ്പർ പ്ലാനിങ് ഉണ്ടായിരിക്കണം ഹോസ്പിറ്റലിന്. എന്ത് ടൈപ്പ് ഓഫ് ലീക്കേജ് ആണ്, ആൻഡ് വേർ ദ ലീക്കേജ് മേ ടേക്ക് പ്ലേസ്, എവിടെയാണ് അത് ഉണ്ടാകുക, വാട്ട് ഈസ് ദ റിസ്ക് ഫാക്ടർ, അതിനകത്ത് ഉണ്ടാകുന്ന റിസ്ക് ഫാക്ടർ എത്രയാണെന്ന് ഇവാലുവേറ്റ് ചെയ്യുക. പിന്നെ ഹൗ ടു കണ്ടെയ്ൻ, എന്തെങ്ങനെയാണ് അതിനെ ക്ലീൻ ചെയ്ത് അത് കണ്ടെയ്ൻമെന്റിലേക്ക് ആക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് മെഷേഴ്സ് ഒക്കെ അതൊക്കെ പ്ലാൻ ചെയ്യണം എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പിലാണ് they have to provide എന്താ പറയാ ലീക്കേജ് എക്യുപ്മെന്റ്സ്. ഇതുപോലെയുള്ള ലീക്കേജസ് ഉണ്ടാകുമ്പോൾ അതിനെങ്ങനെ റെസ്പോണ്ട് ചെയ്യാം, അതിന് വേണ്ടുന്ന എക്യുപ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യാം. മോസ്റ്റ്ലി കോമൺ ആയിട്ടുള്ള എന്താ പറയാ എക്യുപ്മെന്റുകളാണ് അബ്സോർബന്റ് പാഡ്സ്, ഗൗൺസ്, ഗ്ലൗസ് ആൻഡ് ഓൾസോ ദ മാസ്ക്. പിന്നെ അടുത്തത് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് they have to train the staff properly for how to respond against this leakage. ലീക്കേജിനെതിരെ എങ്ങനെ പ്രതികരിക്കാം എന്നുള്ളതിന് പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ എന്താണ്, യൂസ് ബാഗ്സ്, അതായത് ആപ്റ്റ് ആയിട്ടുള്ള ലീക്കേജ് ബ്ലോക്കേഡ്സ് അല്ലെങ്കിൽ ബാഗുകൾ, എക്യുപ്മെന്റുകളൊക്കെ ഈ പറയുന്ന ലീക്കേജസിനെ കണ്ടെയ്ൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ, വേസ്റ്റ് ഡിസ്പോസ് ചെയ്യേണ്ടത് അക്കോർഡിംഗ് ടു ദ റെഗുലേഷൻസ് ആൻഡ് ഹോസ്പിറ്റൽസ് ഓഫ് പോളിസീസ് ഓഫ് ഹോസ്പിറ്റൽസ്. ഹോസ്പിറ്റലിന്റെ റെഗുലേഷൻസും പോളിസീസും അനുസരിച്ച് അതിനെ എന്ത് ചെയ്യുക, ഡിസ്പോസ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് വൺ, അടുത്ത നമുക്ക് നോക്കാം, മാനേജ്മെന്റ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ്
സ്പില്ലേജ് വേസ്റ്റ്. നമ്മൾ നേരത്തെ എത്ര ടൈപ്പ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ഉണ്ടെന്ന് ഇവിടെ പറഞ്ഞല്ലോ. ഇവിടെ ഒരെണ്ണം പറഞ്ഞില്ലേ, ഏതാണ്? ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് ബ്ലഡ്, കെമിക്കൽസ്, ഷാർപ്സ്, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്, ഓർഗാനിക് മെറ്റീരിയൽസ് ആൻഡ് അതർ ഡേഞ്ചറസ് മെറ്റീരിയൽസ്. ഇനി നമുക്ക് ഇതിനെ കുറിച്ച് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോവാണ് നമ്മള്. ഓരോ ടൈപ്പും, അതായത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ആണ്. ഈ ഓരോ ടൈപ്പ് ഓഫ് സ്പില്ലേജ് വേസ്റ്റേജും നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, അതാണ് നമ്മൾ ഇനി ഓരോന്നോരോന്നായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് വൺ, ഒന്നാമത്തേതാണ് മാനേജ്മെന്റ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റിൽ ഒന്നാമത്തേതാണ് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് അല്ലെ. പലതരത്തിലുള്ള ബോഡി ഫ്ലൂയിഡുകളും അതുപോലെ തന്നെ ബ്ലഡും ഒക്കെ സ്പില്ലേജ് വരാൻ സാധ്യതയുണ്ട്. അതായത് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് വിച്ച് ആർ എക്സ്ക്രീറ്റിംഗ് ഔട്ട് ഓഫ് ദ പേഷ്യന്റ്, അതായത് ഭയങ്കര ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ഡിസീസസ് ഒക്കെ ഉള്ള പേഷ്യൻസിൽ നിന്നും ഇത്തരം ബ്ലഡോ ബോഡി ഫ്ലൂയിഡ് ഒക്കെ സ്പിൽറ്റ് ആയി കഴിഞ്ഞാൽ ദ പ്രോപ്പർ മാനേജ്മെന്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. നല്ല രീതിയിൽ അതിനെ മാനേജ് ചെയ്യേണ്ടത് വൈറ്റൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്, എന്ന് വെച്ചാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ എന്താണ് ബോഡി ഫ്ലൂയിഡ്? ബോഡി ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എനി ഫ്ലൂയിഡ് ഫൗണ്ട് ഇൻ ഓർ പ്രൊഡ്യൂസ്ഡ് ബൈ ഓർ എക്സ്ക്രീറ്റഡ് ഫ്രം ദ ഹ്യൂമൻ ബോഡി. മനുഷ്യ ശരീരത്തിൽ കാണപ്പെടുന്നതും അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും അവിടെ നിന്ന് പുറന്തള്ളപ്പെടുന്നതുമായിട്ടുള്ള എന്ത് ഫ്ലൂയിഡിനെയും നമ്മൾ ബോഡി ഫ്ലൂയിഡ് എന്ന് പറയും. ഉള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്, നമ്മുടെ ശരീരത്തിൽ ഒത്തിരി ഫ്ലൂയിഡുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഉദാഹരണം സലൈവ അല്ലെ, നമ്മളുടെ എന്താ പറയാ ഉമിനീര്, ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ്, പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. കുറച്ചൊക്കെ പുറന്തള്ളപ്പെടുന്നുണ്ട്, പുറത്തേക്ക് പോകുന്നത്, എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെ. അതുപോലെ ബ്ലഡ്, ഇതെല്ലാം തന്നെ ബോഡി ഫ്ലൂയിഡിലാണ് പറയാ. ഇനി അതിന് കുറച്ച് കാര്യങ്ങൾ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബ്ലഡ്, യൂറിൻ, ഫേസസ്, സലൈവ, ടിയേഴ്സ്. അടുത്ത ബിയേഴ്സ് ഇതിനകത്ത് തെറ്റാണ്, ആ ഒരു വേർഡ് വെട്ടിയേക്കാം. ബിയർ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്, എന്താണോ ഉദ്ദേശിച്ചത് എനിക്ക് അറിയില്ല, അത് വെട്ടിയേക്കാം. അടുത്ത വേർഡ് എനിക്ക് തോന്നുന്ന കയറി വന്ന് തെറ്റിപ്പോയതായിരിക്കാം. ബ്രസ്റ്റ് മിൽക്ക്, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്, CSF എന്നതിനെ ഷോർട്ട് ഫോമിൽ പറയാം. സെമൻ, വെജൈനൽ ഫ്ലൂയിഡ്, ആംനിയോട്ടിക് ഫ്ലൂയിഡ്, പ്ലിയൂറൽ ഫ്ലൂയിഡ്, പെട്രിയോണിക്കൽ ഫ്ലൂയിഡ്, ബൈൽ, ഡൈജസ്റ്റീവ് ജ്യൂസസ്, വോമിറ്റ് ആൻഡ് പസ്. ഇതെല്ലാം തന്നെ ബോഡി ഫ്ലൂയിഡിൽ പെടുന്നതാണ്. എന്തൊക്കെ തരത്തിലുണ്ട് അതൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതും പുറന്തള്ളപ്പെടുന്നതും നമ്മുടെ ശരീരത്തിന് അകത്തുള്ളതുമായിട്ടുള്ള ഒത്തിരി ഫ്ലൂയിഡുകളുടെ പേരുകളാണ് ആ പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ഉണ്ടല്ലോ. ഏതൊക്കെയാണ്? യൂറിൻ കഴിഞ്ഞിട്ട് എന്താ ഫാക്സസ് എന്നാണ്? യൂറിൻ കഴിഞ്ഞിട്ട് എന്താ എഴുതിയിരിക്കുന്നത്? ഫാക്സസ് എന്നാണോ? ഫാസസ്, അതെ അതെ, ഫാസസ്, FAECES. നമ്മളുടെ പുറത്ത് ശരീരം നമ്മളുടെ ഡൈജസ്റ്റ് ചെയ്യാത്ത ഡൈജസ്റ്റ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് പുറന്തള്ളപ്പെടുന്നത്, അതെ, അതാണ് ഫാസസ്. സലൈവ, ടിയേഴ്സ്. പിന്നെ ബിയർ എന്ന് പറയുന്ന വാക്കാണ് ഇല്ലെന്ന് ഞാൻ പറഞ്ഞത്, BEARS, അതില്ല, അത് വെട്ടിക്കളഞ്ഞേക്കാട്ട്, അങ്ങനെ ഒരു സാധനം ഇല്ല. ബ്രസ്റ്റ് മിൽക്ക്, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്, ഇതെല്ലാം തന്നെ എന്താണ് ബോഡി ഫ്ലൂയിഡുകളാണ്. അതിന്റെയൊക്കെ ആ ഒരു പേരുകളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. നമ്മുടെ ബോഡി ഫ്ലൂയിഡിനകത്ത് പെടുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറഞ്ഞേക്കണേ. പെറിട്ടോണിയൽ ഫ്ലൂയിഡ്, പ്ലിയൂറൽ ഫ്ലൂയിഡ്, ഡൈജസ്റ്റീവ് ജ്യൂസസ്, പിന്നെ ബൈൽ, പിത്തരസം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, അതൊക്കെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു സാധനം തന്നെയാണ്. പിന്നെ വൊമിറ്റ്, നമ്മളത് എക്സ്ക്രീറ്റ് ചെയ്യുന്നതാണ്, പുറത്തേക്ക് പോകുന്നതാണ്. പിന്നെ പസ്, ഈ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മുറിവുകളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ബ്ലഡ് അല്ലാതെ ഒരു വൈറ്റ് ഒരു എലമെന്റ് പുറത്തേക്ക് വരാം അല്ലെ, ലിക്വിഡ് ഫോമില്, അതാണ് പഴുപ്പ് എന്നൊക്കെ നമ്മൾ പറയും. അതൊക്കെ തന്നെയാണ്. അപ്പൊ ഇതൊക്കെ തന്നെ പുറത്ത് ശരീരത്തിൽ നിന്നും പുറത്തള്ളപ്പെടുന്നതും അകത്തുള്ളതും അവിടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതുമായിട്ടുള്ള ബോഡി ഫ്ലൂയിഡ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇത് എന്തൊക്കെയാണെന്ന് കുറച്ചെണ്ണത്തിന്റെ മാത്രം കുറച്ച് എക്സ്പ്ലനേഷൻസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് എഴുതി വെച്ചേക്കാം. ബ്ലഡ്, യൂറിൻ, ഫേസസ്, സലൈവ, ടിയേഴ്സ്, ബ്രസ്റ്റ് മിൽക്ക്, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഒന്ന് എഴുതി വെച്ചേക്കാം, CSF. ഒന്ന് നോട്ടിലൊന്ന് വേഗം എഴുതി പെട്ടെന്ന്. സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്, CSF എന്ന് ഷോർട്ട് ഫോമിലും കൂടി എഴുതാം. എന്നിട്ട് ഒരു ഹൈഫിനൊക്കെ എഴുതാൻ പറയുന്നത്. അത് നമ്മളുടെ ബ്രെയിന്, സ്പൈനൽ കോഡ്, ഇതിന്റെ ഒക്കെ ചുറ്റുവട്ടത്ത് കാണപ്പെടുന്ന സറൗണ്ട് ചെയ്യപ്പെടുന്ന ഒരു തരം ടിഷ്യൂ ആണ്, ഒരു തരം ഫ്ലൂയിഡ് ആണ്. സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്, CSF. എഴുതിയോ? പറയട്ടെ, ഒരു ഹൈഫനറ്റ് എഴുതാം. ഫ്ലൂയിഡ് ഫൗണ്ട് ഇൻ the tissue that surrounds
that surround surround ഒന്നുകൂടി പറയാമോ ആദ്യം മുതല്? fluid found in the tissue that surround surrounds the brain and spinal cord. The brain and spinal cord. ചില ഫ്ലൂയിഡുകളൊക്കെ ചില നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളിൽ വേണം. അത് പ്രൊട്ടക്ഷന്റെ ഒരു ഭാഗം കൂടിയാണ്. നമ്മുടെ ബ്രെയിനൊക്കെ നമ്മളിപ്പോ കുട്ടികളൊക്കെ ആയിരിക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് തലയടിച്ചൊക്കെ വീഴാനൊക്കെ ഉള്ള സാധ്യതകൾ കൂടിയാണ്. ഒരു പരിധി വരെ അത്തരം ആ ബ്രെയിനിൽ നമ്മളുടെ എന്താ പറയാ ഇതിനൊക്കെ കോട്ടങ്ങൾ തട്ടാതെ ബ്രെയിനിനൊക്കെ കോട്ടം വീഴാതിരിക്കാനേ അതിനൊക്കെ പെട്ടെന്ന് ഡാമേജ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലൂയിഡ് അതിന്റെ ചുറ്റും ഇങ്ങനെ ആവരണം ചെയ്യപ്പെട്ട പോലെ ഉണ്ടാകും. പല സാധനങ്ങൾക്കും അങ്ങനെയുണ്ട്. അതാണ് അതിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ഓക്കെ, പിന്നെ അടുത്തത് സെമൻ, SEMEN, സെമൻ. ഇത് വെക്കാം. ഫ്ലൂയിഡ് ഫ്രം പ്രോസ്റ്റേറ്റ്, PROSTATE. നമ്മൾ പഠിച്ചിട്ടുണ്ട് നേരത്തെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഹോസ്പിറ്റലിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തില് ആ റീപ്രൊഡക്ഷന് സഹായിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് പ്രോസ്റ്റേറ്റ്. അതിനകത്തൊക്കെ ചില ആളുകൾക്ക് ക്യാൻസേഴ്സ് വരാറുണ്ടെന്ന് നമ്മളന്ന് പഠിച്ചിരുന്നു, പ്രോസ്റ്റേറ്റ് ക്യാൻസർ. ഓക്കെ, അപ്പൊ ആ ഒരു അവയവമാണ് ആ പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഫ്ലൂയിഡ് ഫ്രം prostate and other sex glands, SEX, sex glands that helps transport of sperm, SPERM. ഇത് സ്പെർമിനെ ഇങ്ങനെ മൂവ് ചെയ്യിപ്പിക്കാൻ, ട്രാൻസ്പോർട്ട് ചെയ്യാൻ. അതായത് നമുക്കറിയാലോ റിപ്രൊഡക്ഷന്റെ ഭാഗമായിട്ട് സ്പെർം എന്താ പറയാ, അതായത് വിമന്റെ ശരീരത്തിലേക്ക് കടക്കാനായിട്ട് അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തരം ഫ്ലൂയിഡ് ആണ്. പ്രോസ്റ്റേറ്റിനകത്ത് അല്ലെങ്കിൽ മറ്റ് ഗ്ലാൻഡുകളിലൊക്കെ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഇതാണ്, ഫ്ലൂയിഡ് ആണ്. എന്തെന്ന് വിളിക്കാം നമുക്ക്? സെമൻ എന്ന് വിളിക്കുന്നത് കേട്ടോ. ട്രാൻസ്പോർട്ട് ഓഫ് സെമൻ, സ്പെർം. അടുത്തത് വജൈനൽ ഫ്ലൂയിഡ്, VAGINAL. അത്തരം ഡിസ്ചാർജിങ് ഓഫ് വിമന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ഒരു ഡിസ്ചാർജ് ആണ്, ഒരു വൈറ്റിഷ് ഒരു ഫ്ലൂയിഡ് ആണ് വജൈനയിൽ നിന്ന് വരുന്നത്. ഓക്കെ, ക്ലിയർ വൈറ്റിഷ് ഫ്ലൂയിഡ് that comes out of vagina. Clear whitish fluid that comes out of vagina. അതൊരു പരിധി വരെയൊക്കെ സ്ത്രീകൾക്ക് കുഴപ്പമില്ല, പ്രശ്നമൊന്നും ഇല്ലാത്തതാണ്. പക്ഷെ അത് കുറച്ച് കൂടുതൽ ആയിക്കഴിയുമ്പോൾ അത് കുറച്ച് ഡേഞ്ചറസ് ആണ്. അപ്പോഴൊക്കെ നമ്മളൊരു ഗൈനക്കോളജിസ്റ്റൊക്കെ കാണുന്നത് നല്ലതായിരിക്കും. അല്ലാത്തതാണെങ്കിൽ ഒരു ഹെൽത്തി വുമന്റെ ശരീരത്തിൽ നിന്നും അങ്ങനെ ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയണമെന്നില്ല, എന്താണെന്ന് മാത്രം അറിയാനുള്ളൂ, പറഞ്ഞത് മാത്രം. ക്ലിയർ വൈറ്റിഷ് ഫ്ലൂയിഡ് that comes out of vagina. Then next one is അടുത്തത് vaginal fluid, amniotic fluid, AMNIOTIC, amniotic fluid. Fluid fills the amniotic sac, SAC, sac എന്ന് പറഞ്ഞാൽ സഞ്ചി എന്നൊക്കെ പറയുന്നുണ്ട്. sac, which is a bag inside a woman's uterus. Which is bag inside a woman's, WOMAN apostrophes ആണ് കേട്ടോ. വുമൻസ് എന്ന് പറയുമ്പോ അവിടെ എന്താ പറയാ, പ്ലൂറൽ ഫോം അല്ല, പ്ലൂറൽ ഫോം വിമൻ എന്നാണ് വുമണിന്റെ. പക്ഷെ ഇത് വുമൻസ് എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ എന്നർത്ഥം. ബാഗ് ഇൻസൈഡ് വുമൻസ് യൂട്രസ്, UTERUS, യൂട്രസ്. where WHERE, and
അൺബോൺ ബേബി ഡെവലപ്പ്. അൺബോൺ ബേബി ഡെവലപ്പ്. ജനിച്ചിട്ടില്ലാത്ത കുട്ടികളുടെ എന്താ പറയാ ഫോർമേഷൻ, കുട്ടി എന്താ പറയാ ഓരോ അവയവങ്ങളായിട്ട് രൂപപ്പെട്ട് ഇങ്ങനെ ഓരോ സ്റ്റേജിൽ ഡെവലപ്പ് ചെയ്ത് വരുമല്ലോ. അതിനകത്ത് എവിടെ കിടന്നിട്ടാണ്? യൂട്രസിനകത്ത് കിടന്നിട്ടാണ്. അപ്പൊ അതിനകത്ത് ഉള്ള ഒരു തരം ഫ്ലൂയിഡ് ആണ് അമ്നിയോട്ടിക് സാക്ക്. അതിനകത്ത് ഒരു സഞ്ചി പോലത്തെ ഒരു സാധനം ഉണ്ട്, അതിനകത്ത് നിറഞ്ഞിരിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് കുട്ടികളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് ഫ്ലൂയിഡ്. അടുത്തത് പ്ലിയൂറൽ ഫ്ലൂയിഡ്. PLEURAL. പ്ലിയൂറൽ ഫ്ലൂയിഡ്. Build up of build BUILD. Build up of fluid between lungs and the chest. Lungs and the chest. നമ്മളുടെ ലങ്സിനും ചെസ്റ്റിനും ഇടയിൽ രൂപപ്പെടുന്ന ഒരു തരം ഫ്ലൂയിഡ് ആണ് കേട്ടോ പ്ലിയൂറൽ ഫ്ലൂയിഡ്. നെക്സ്റ്റ് വൺ പെരിട്ടോണിയൽ ഫ്ലൂയിഡ്. Peritoneal fluid. Is the fluid in the cavity space between abdomen and organs. Abdomen, ABDOMEN. Abdomen and organs. Abdomen and organs. പല ഓർഗനുകൾ അതിന്റെയൊക്കെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു ക്യാവിറ്റി സ്പേസ് ഉണ്ട്. അതിനകത്തുള്ള ഫ്ലൂയിഡിനെയാണ് നമ്മൾ പെരിട്ടോണിയൽ ഫ്ലൂയിഡ് എന്ന് വിളിക്കുക. അടുത്തതൊന്നും വേണ്ടല്ലോ, ബൈല്, അത് പിത്തമാണ്, പിത്തരസം. ഡൈജസ്റ്റീവ് ജ്യൂസസ് എന്ന് പറഞ്ഞാൽ അത് ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്ന പല രസങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിനകത്ത്. അതാണ് വൊമിറ്റ് അറിയാം, പസ് അറിയാം. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് നമ്മളുടെ ബോഡി ഫ്ലൂയിഡ്സിൽ ബിലോങ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ബോഡി ഫ്ലൂയിഡ്സിന്റെ പേരുകളാണ്. ആ പേരുകൾ അങ്ങനെ അറിഞ്ഞിരിക്കാം. പിന്നെ ആ ചില എഴുതി തന്നിരിക്കുന്ന സാധനങ്ങളൊന്നും നോട്ട് ചെയ്ത് വെച്ചേക്കുന്നതും നിങ്ങൾ അറിഞ്ഞിരിക്കുന്നതാണ്. ഇനി അതിന്റെ നെക്സ്റ്റ് ചെറിയ ഭാഗം കൂടി ഉണ്ട്, അതുകൂടി നമുക്ക് എടുക്കാം. അപ്പൊ നമ്മൾ ഇപ്പൊ പഠിച്ചത് എന്താണ് പറഞ്ഞത്? ഓരോ ലീക്കേജസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്, ഹൗ ക്യാൻ വി മാനേജ് ഇറ്റ്, എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യും. അപ്പൊ ഒന്നാമത്തെ ഒരു എന്താ പറയാ ലീക്കേജ് ആണ് അല്ലെങ്കിൽ സ്പില്ലേജ് ആണ് നമ്മൾ പറഞ്ഞ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് ബ്ലഡ്. അപ്പൊ ഇതെങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം? എന്താണ് നമ്മൾ പറഞ്ഞു, എന്താണ് ബോഡി ഫ്ലൂയിഡുകൾ എന്ന് പറഞ്ഞു. ആ ബോഡി ഫ്ലൂയിഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന സാധനങ്ങളുടെ കുറച്ച് എക്സാമ്പിൾസും നമ്മൾ അറിഞ്ഞു. ഇനി ഹൗ ക്യാൻ ബി മാനേജ് ഇറ്റ്, ഇനി നമ്മൾ ഇതിനെ മാനേജ് ചെയ്യുന്ന കാര്യത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ എന്താണ് കാര്യം? വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. നമ്മൾ പറഞ്ഞു ലീക്കേജസ് വരുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് വി ഹാവ് ടു വെയർ സം പ്രൊട്ടക്റ്റീവ് എന്താ പറയാ എക്യുപ്മെന്റ്. നമ്മൾ ചില പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, നമ്മളുടെ തന്നെ പ്രൊട്ടക്ഷന് വേണ്ടി ചില എക്യുപ്മെന്റുകൾ നമ്മൾ ധരിക്കണം. പ്രോപ്പർ എന്താ പറയാ നമ്മളുടെ പേഴ്സണൽ ആയിട്ട് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ പേഴ്സണൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് PPE. കൊറോണ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ അത് കേട്ടാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിയിരുന്നത്. ഒരു വീടുകളിൽ എവിടെയെങ്കിലും ഒരു കൊറോണ പേഷ്യന്റ് ഉണ്ടായിരുന്നെങ്കിൽ അവരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വണ്ടിക്കൊക്കെ വന്നപ്പോഴൊക്കെ അവർ ധരിച്ചിരുന്നതും ഈ PPE ആണ്. ദാറ്റ് മീൻസ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ആണ്. അതിനകത്ത് എല്ലാം കൂടെ ഗ്ലൗസ്, ഗൗൺസ് ആൻഡ് ഫേസ് ഷീൽഡ്സ്. And before approaching or before entering the area where such things are spilled, ഇത്തരം ബ്ലഡോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡുകളോ ഒക്കെ സ്പിൽ ചെയ്തിരിക്കുന്ന ഒരു ഏരിയയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ they have to use all these protective equipment. ഇത്തരം പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ അവര് ധരിച്ചിരിക്കണം to prevent the direct contact between this liquid. ഈ ലിക്വിഡുകളുമായിട്ട്, ഇത്തരം ഫ്ലൂയിഡുകളുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിക്കുക. അത് ഒന്നാമത്തെ സ്റ്റെപ്പ്. ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതാണ്. അപ്പോ ബ്ലഡ്, ബോഡി ഫ്ലൂയിഡുകൾ പോലെയുള്ള സ്ഥലങ്ങൾ എവിടെയെങ്കിലുമൊക്കെ സ്പിൽ ചെയ്ത് കിടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഓടിച്ചെന്ന് അതിനകത്തേക്ക് കിടഞ്ഞു മറിഞ്ഞ് വീടുകയല്ല ചെയ്യേണ്ടത്. ഈ പറയുന്ന എക്യുപ്മെന്റുകൾ ആദ്യം തന്നെ എടുത്ത് ധരിക്കുക. ഇനി അടുത്തത് എന്ത് ചെയ്യണം? രണ്ടാമത് എന്താ ചെയ്യേണ്ടത്? കണ്ടെയ്ൻ ദ സ്പിൽ. ഇനി ഈ പറയുന്ന സ്പില്ലുകളെയൊക്കെ വേസ്റ്റ് ഒക്കെ എന്ത് ചെയ്യണം? എടുത്ത് ഒരു സ്ഥലത്ത് കൂട്ടിയിട്ട് അത് ഏതെങ്കിലും പാത്രത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ബാസ്ക്കറ്റിനകത്തേക്ക് ആക്കണം. അതിന് പ്രോപ്പർ എന്താ പറയാ ബോക്സസ് ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു.
ബിഫോർ ദാറ്റ് അത് എങ്ങനെയാണ് അത് കളക്ട് ചെയ്യുന്നത്? കൈകൊണ്ട് വാരിയിട്ടാണോ ചെയ്യുന്നത്? അല്ല, അത് യൂസ് എന്താണ് അബ്സോർബന്റ് മെറ്റീരിയൽസ്, അതായത് ഇതെല്ലാം വലിച്ചെടുക്കുന്ന രീതിയിലുള്ള ബ്ലഡ് ബോഡി ഫ്ലൂയിഡുകളൊക്കെ വലിച്ചെടുക്കുന്ന അബ്സോർബന്റ് പാഡുകൾ ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്ത് വെക്കണമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ഇത്തരം സാധനങ്ങൾ വേഗം തന്നെ എത്തിപ്പിടിക്കുക. അതുകൊണ്ട് നമ്മുടെ ഇതിന്റെ സാധനത്തിന്റെ മുകളിലേക്ക് ഇട്ടിട്ടുണ്ടാവും. അന്നേരം അതൊക്കെ അബ്സോർബ് ചെയ്ത് അത് പോകും. അബ്സോർബന്റ് പാഡ്സിനകത്ത് വരുന്നതാണ് പേപ്പർ ടവൽസ് ആകാം, അബ്സോർബന്റ് പാഡുകളാകാം. ഓക്കെ, ഇതെല്ലാം തന്നെ അത് എന്ത് ചെയ്യുക, അബ്സോർബ് ചെയ്തെടുക്കുക. അപ്പൊ ആ സ്പില്ലിനകത്തേക്ക് അത് ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ് വിൽ സ്റ്റോപ്പ് സ്പ്രെഡിങ്. അങ്ങനെ അത് അബ്സോർബ് ചെയ്യുന്നത് കൊണ്ട് ഇനി വീണ്ടും ഇങ്ങനെ എന്താ പറയാ അങ്ങോട്ടേക്ക് ഒലിച്ചൊന്നും പോകില്ല. മനസ്സിലായോ? അപ്പൊ അത് സ്പ്രെഡ് ചെയ്യുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ഇടുന്നത്. അതിനുശേഷം ഡിസ്പോസ് ദീസ് മെറ്റീരിയൽസ്, പുട്ട് ദം എ ബാഗ്. അതിനെ ഇതെല്ലാം ഇങ്ങനെ കളക്ട് ചെയ്ത് ഒരു ബാഗിലോ ഒരു കണ്ടെയ്ൻമെന്റിലോ ആക്കുക. വെറുതെ എന്നിട്ട് അതാക്കി എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ചാൽ പോരാ. ഇറ്റ് ഷുഡ് ബി ലേബൽഡ് ആസ് ബയോ ഹസാർഡ്. എന്ത് ചെയ്യണം? ബയോ ഹസാർഡ്, ഭയങ്കര എന്താ പറയാ ഡേഞ്ചറസ് ആണ് എന്നുള്ള കാര്യം എഴുതി ലേബൽ ചെയ്ത് ഒട്ടിച്ചിട്ട് വേണം അവിടെ കൊണ്ടുവന്ന് വെക്കാൻ. ആൻഡ് ഇഫ് ദർ ഈസ് എനി ഗ്ലാസ് പീസസ് പ്രസന്റ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ കണ്ടെയ്ൻമെന്റ്, പ്രോപ്പർ അല്ലെങ്കിൽ എന്താ പറയാ പ്രിക്കോഷൻസ് ടു ബി ടേക്കൺ. ഈ പറയുന്ന സ്പില്ലേജിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഷാർപ്പ് മെറ്റീരിയൽസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, പൊട്ടുന്ന രീതിയിലുള്ളതൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രത്യേകം നോട്ട് ചെയ്തിട്ട് വേണം വെക്കാനായിട്ട്. അപ്പൊ അതിന് സ്പെഷ്യൽ കെയറിങ്ങും എടുക്കണം എന്നുള്ളതാണ്. അപ്പൊ ആദ്യത്തേത് പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ഉപയോഗിക്കുക. രണ്ടാമത്തേത് ഇതൊക്കെ ഇട്ടതിന് ശേഷം അത് സ്പില്ലൊക്കെ കണ്ടെയ്ൻമെന്റ് ചെയ്യുക പ്രോപ്പർ ബാഗുകളിൽ. ആൻഡ് ആ ബാഗ് റൈറ്റ് ചെയ്തിരിക്കുമ്പോൾ ഇങ്ങനെ ബയോ ഹസാർഡ് എന്ന് എഴുതി വെച്ചിരിക്കുക. അടുത്ത എന്താണ്? ഡിസ്ഇൻഫെക്റ്റന്റ് ഏരിയ. ഡിസ്ഇൻഫെക്റ്റന്റ് ഏരിയ എന്ന് പറയുമ്പോൾ ആ പറയുന്ന പ്രദേശം, ആ പറയുന്ന സ്ഥലം, അതായത് അത് വീണ് നമ്മൾ അബ്സോർബന്റിലൊക്കെ ക്ലീൻ ചെയ്ത് മാറ്റി. പക്ഷെ എന്നാലും തീരില്ല, അവിടുത്തെ ക്ലീൻ ശരിയാവണമെന്ന് നിർബന്ധമില്ല. ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ എന്നാ പറഞ്ഞേക്കുന്നത്. ബ്ലഡ് അതുപോലെ ബോഡി ഫ്ലൂയിഡിന്റെ ഒക്കെ സാമ്പിൾസ് ഒക്കെ വീണേക്കുന്നിടത്ത് പറയുന്ന 1% ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ ഒക്കെ ഇട്ട് ഒഴിച്ച് എന്താക്കണം? ഡിസ്ഇൻഫെക്റ്റന്റ് ആക്കണം. എന്ന് വെച്ചാൽ ഇൻഫെക്റ്റഡ് ഏരിയന്റെ ഓപ്പോസിറ്റ് ആണ്. ഡിസ്ഇൻഫെക്റ്റിന്റെ ഓപ്പോസിറ്റ് ഡിസ്ഇൻഫെക്റ്റ് ആകുക എന്ന് പറഞ്ഞാൽ അണു വിമുക്തമാക്കണം എന്നർത്ഥം. ആ ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് നമ്മളിപ്പോ നമ്മുടെ വീടുകളൊക്കെ എന്തെങ്കിലും മുറിയൊക്കെ തുടയ്ക്കാനായിട്ട് എന്തെങ്കിലും സൊല്യൂഷൻ ഒഴിക്കുമല്ലോ, അതുപോലെ തന്നെ ഇതൊക്കെ ക്ലീൻ ചെയ്ത് മാറ്റിയതിനു ശേഷം ഡിസ്ഇൻഫെക്റ്റ് ആക്കാൻ വേണ്ടി. അപ്പൊ ഇൻഫെക്ഷൻസ് ചിലപ്പോൾ പോകണമെന്ന് നിർബന്ധമില്ല, അണുക്കൾ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. തുടച്ചു മാറ്റിയപ്പോൾ അത് ക്ലീൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇൻഫെക്ഷൻ മാറ്റണമെങ്കിൽ അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പ്ലേസിനെ ഡിസ്ഇൻഫെക്റ്റ് ആക്കണമെങ്കിലാണ് ഈ പറയുന്ന ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ ഉപയോഗിച്ച് അത് ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ അല്ലെങ്കിൽ എന്താ പറയാ ക്ലോറിൻ റിലീസ് ചെയ്യുന്ന ഏതെങ്കിലും വസ്തു ആയാലും മതി എന്നാ പറയുന്നത്. ഏതെങ്കിലും സൊല്യൂഷൻ, ആക്റ്റീവ് സൊല്യൂഷൻ, ക്ലോറിൻ ഉള്ള ഏതെങ്കിലും തരത്തിലുള്ള സൊല്യൂഷൻസ് ഉപയോഗിച്ചിട്ട് അതിനെ ക്ലീൻ ചെയ്യുക. പിന്നെ ഈ ക്ലോറിൻ ഉപയോഗിച്ചുള്ള സൊല്യൂഷൻസ് നമ്മൾ എടുക്കുമ്പോഴും നമ്മൾ പ്രോപ്പർ കെയറിങ് എടുക്കണമെന്ന് പറയുന്നത്. അതും അത്തരം സാധനങ്ങൾ ഉപയോഗിക്കുന്നില്ലേ അതിന്റെ പുറത്ത് ഈ മാനുഫാക്ചറേഴ്സ്, അതായത് ഈ സാധനം ഉണ്ടാക്കിയേക്കണം. ഇപ്പൊ നമ്മൾ വീട്ടില് ക്ലോറിനൊക്കെ ഡയറക്റ്റ് കൈകൊണ്ടൊന്നും ചിലർ എടുക്കില്ല. കാരണം അത് എടുക്കുമ്പോൾ ചിലപ്പോ കയ്യിലൊക്കെ മുട്ടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ സ്കിന്നിനൊക്കെ ചിലപ്പോ പെട്ടെന്ന് പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് വരുത്താൻ സാധ്യതയുണ്ട്. ക്ലോറിൻ അതുപോലെ എന്താ പറയാ ചില സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ തിന്നർ അങ്ങനെയൊക്കെയുള്ളതൊക്കെ ഉണ്ട്. ഇതൊക്കെ കെമിക്കൽസ് അടങ്ങിയതാണ്. അപ്പൊ അത് കെമിക്കൽസ് ഉപയോഗിക്കുമ്പോൾ അത് നമുക്ക് പലതരത്തിലുള്ള ഇറിറ്റേഷൻസ് കൊണ്ടുവരാൻ സാധ്യതയില്ല. അപ്പൊ അതിന് മാനുഫാക്ചറേഴ്സ് എന്ന് വെച്ചാൽ ആ സാധനങ്ങൾ ഉത്പാദിപ്പിക്കുന്നവർ അവരുടെ കൊമോഡിറ്റിയുടെ ആ ഒരു വസ്തുവിന്റെ എന്താ പറയാ പാക്കേജിന്റെ പുറത്ത് അതിനകത്തുള്ള സാധനങ്ങൾ എന്തൊക്കെ കണ്ടന്റുകൾ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് അവർ ഒരു പ്രിക്കോഷൻ ഒരു നോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ വായിച്ചു നോക്കിയിട്ട് വേണം. ഇപ്പൊ ചിലപ്പോ എന്താ പറയാ കീപ് അവേ ഫ്രം ഡയറക്റ്റ് ഇതൊക്കെ ഫ്രം ദ ചിൽഡ്രൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചില മരുന്നുകളൊക്കെ മാറ്റി എഴുതി വെക്കാറില്ല. മാനുഫാക്ചർ എഴുതി വെക്കട്ടെ, കുട്ടികളുടെ അടുത്ത് നിങ്ങൾ മാറ്റി വെക്കണം, കുട്ടികൾക്ക് എത്താത്ത രീതിയിൽ വെക്കണം അല്ലെ. ഡയറക്റ്റ് കോൺടാക്ട് കയ്യിൽ നിന്നും അകലെ ആയിരിക്കണം എന്ന് പറയും. ചിലപ്പോൾ കണ്ണിന്റെ അടുത്തൊക്കെ വെച്ച് ഉപയോഗിക്കരുത് എന്നൊക്കെ ചില വസ്തുക്കളിലൊക്കെ നമ്മൾ എഴുതിയിരിക്കുന്നത് കാണാം ചില സാധനങ്ങളിലൊക്കെ. അപ്പൊ അതുപോലെ തന്നെ ഈ ക്ലോറിൻ ബെയർ ചെയ്യുന്ന ചില ഐറ്റംസ് ഒക്കെ ഇത്തരം സബ്സ്റ്റൻസുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് പലതരത്തിലുള്ള ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കാരണമാകാം. സോ അതിൽ മാനുഫാക്ചർ കൊടുത്തിരിക്കുന്ന ഡയറക്ഷൻസ് നമ്മൾ ഫോളോ ചെയ്ത് വേണം അത് ഉപയോഗിക്കാൻ. അത്രയുള്ള കാര്യം. ഹൈപ്പോക്ലോറൈറ്റ് അല്ലെങ്കിൽ ക്ലോറിൻ കണ്ടെയ്ൻമെന്റ് അല്ലെങ്കിൽ ക്ലോറിൻ റിലീസ് ചെയ്യുന്ന കെമിക്കൽസ് ഉള്ള ചില സൊല്യൂഷൻസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ വി ഹാവ് ടു ടേക്ക് പ്രിക്കോഷൻസ് വിച്ച് ഈസ് റിട്ടൺ ബൈ ദ മാനുഫാക്ചറർ. മാനുഫാക്ചറർ ആ വസ്തുവിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇന്ന കണ്ടന്റ് ഉണ്ട് അതിനകത്ത്. അത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മളുടെ കോൺടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഇറ്റ് മേ കോസ് ഡേഞ്ചർ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഫോളോ ചെയ്യണം. അല്ലാതെ നമ്മളത് ഉപയോഗിച്ചു ഇവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടി അതെടുത്ത് ഉപയോഗിച്ചു, പക്ഷെ അതിനേക്കാളും വലിയ എന്തെങ്കിലും ഇത് നമ്മൾ വെക്കാൻ പറ്റില്ലല്ലോ. അതാണ് ഉദ്ദേശിച്ചത്.
പിന്നെന്താ ചെയ്യേണ്ടത്? then the area should be made clean using water and general purpose detergent allowed to air dry. ഇനി എന്ത് ചെയ്യണം? അതിനുശേഷം ഇതെല്ലാം കഴിഞ്ഞു. അപ്പൊ ആദ്യം നമ്മള് പ്രോപ്പർ ആയിട്ടുള്ള ആ സ്ഥലത്ത് പോകുന്നതിന് മുമ്പ് തന്നെ പ്രോപ്പർ ആയിട്ടുള്ള നമ്മുടെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകളൊക്കെ നമ്മൾ എടുത്ത് ധരിച്ചു. രണ്ടാമത് നമ്മൾ അവിടെ ചെന്നു ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷനോ അല്ലെങ്കിൽ ക്ലോറിൻ റിലീസ് ചെയ്യുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഏജന്റുകളുള്ള സൊല്യൂഷനോ ഇട്ട് നമ്മൾ അവിടെ ക്ലീൻ ചെയ്തു. അതിനുശേഷം തീർന്നിട്ടില്ല. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? സാധാ വെള്ളത്തിൽ ഓർഡിനറി വാട്ടർ അല്ലെങ്കിൽ നമുക്ക് ഡിറ്റർജന്റ്, അതായത് നമ്മുടെ സാധാ സോപ്പൊടിയോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ടുകൂടി ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യാം. ആൻഡ് വി ഷുഡ് ഗിവ് സം ടൈം, വി ഹാവ് ടു അലൗ ഫോർ ഡ്രൈ, അതായത് ഉണങ്ങാനും കൂടിയുള്ള ഒരു എയർ പാസേജോ അല്ലെങ്കിൽ ഫാൻ ഇടുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലാണെങ്കിലോ അതിന് ഉണക്കാനും കൂടി നമ്മൾ അതിനെ ശുചീകരണം കൊടുക്കും. ഇന്നൊക്കെ എന്താ പറയാ ഡ്രൈ ആക്കാനായിട്ടുള്ള പെട്ടെന്ന് എന്താ പറയാ ഡ്രൈ ആക്കാനുള്ള മെഷീൻസ് ഒക്കെ ഉണ്ട്. നമുക്കിപ്പോ നമ്മൾ വലിയ വലിയ മാളുകളിലൊക്കെ പോയാൽ കാണാം അല്ലെ, ഒരു മെഷീൻ ഇങ്ങനെ വന്ന് ജസ്റ്റ് കൊണ്ട് നടക്കുന്നു. അപ്പൊ ആ സാധനം വേഗം തന്നെ വെള്ളമൊക്കെ എന്താണ് വെള്ളം വീണ് കഴിഞ്ഞാൽ ഒത്തിരി ആളുകളൊക്കെ വന്ന് പോകുന്ന സ്ഥലമൊക്കെ ആയതുകൊണ്ട് സ്ലിപ്പറി ആകാൻ പെട്ടെന്ന് വെട്ടഞ്ഞൊക്കെ വീഴാൻ സാധ്യത. അപ്പൊ വെള്ളമൊക്കെ ചവിട്ടി കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് എയർ ഡ്രൈ ആക്കണമെന്ന് പറയുന്നത്. then get rid of waste. അതിനുശേഷം എന്ത് ചെയ്യണം? ഈ പറയുന്ന ഉണ്ടാക്കി കണ്ടെയ്ൻമെന്റുകളിലൊക്കെ ആക്കി വെച്ചിരിക്കുന്ന മെറ്റീരിയൽസ് ഓൾ വിത്ത് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് എല്ലാം തന്നെ, അതൊക്കെ സ്പിൽ ചെയ്തതെല്ലാം തന്നെ ഷുഡ് ബി ഡിസ്കാർഡഡ് അക്കോർഡിംഗ് ടു ബി എന്താ പറയാ ബാഗുകളിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഹസാഡസ് എന്ന് ലേബൽ ചെയ്ത ബാഗുകളിലോ കണ്ടെയ്ൻമെന്റുകളിലേക്കോ ആക്കണം. ഈ പറയുന്ന എല്ലാ വേസ്റ്റുകളും എന്തിലാക്കണം? പേര് എഴുതണം, ബയോ ഹസാർഡ് എന്നുള്ള പേര് അല്ലെങ്കിൽ ആ ലേബിൾ എഴുതാനായിട്ട് മറക്കരുത്. അത് കറക്റ്റ് ഡേഞ്ചറസ് വേസ്റ്റേജ് ആണെന്നുള്ള രീതിയിൽ ആളുകളെ മനസ്സിലാക്കി കൊടുക്കാനാണ് എവിടെയെങ്കിലും കൊണ്ടുവന്ന് സ്ഥാപിക്കുക. അതിനുശേഷം ഹാൻഡ് ഹൈജീൻ അല്ലെ ഷുഡ് ബി ഡൺ. നമ്മൾ എന്ത് ചെയ്യണം? എല്ലാം ചെയ്തതിനു ശേഷം നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ഹൈജീനിക് ആകാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മളുടെ ഹാൻഡൊക്കെ നന്നായിട്ട് ഹൈജീനിക് ആയിട്ട് വാഷ് ചെയ്തിട്ട് സൂക്ഷിക്കാം. ഇനി അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒരു ബോഡി ഫ്ലൂയിഡ് അല്ലെങ്കിൽ ബ്ലഡ് ഒക്കെ സ്പിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്തതിന് ശേഷം നമ്മൾ എടുക്കേണ്ട, അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ വേണ്ടി എടുക്കേണ്ട സ്റ്റെപ്സും അതിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മളെ തന്നെ എന്താ പറയാ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ എങ്ങനെയാണ് നമ്മളത് മാനേജ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. ക്ലിയർ ആയോ? ഓക്കെ. ലാസ്റ്റ് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. സോഫ്റ്റ് ഫർണിഷിംഗ് മേ ബി ഡാമേജ്. നമുക്കറിയാം ഇങ്ങനെയുള്ള ചില സാധനങ്ങളൊക്കെ വീണ് കഴിയുമ്പോ നമ്മള് സാധാരണ സോഫ്റ്റ് ആയിട്ടുള്ള വലിയ കട്ടിയൊന്നും ഇല്ലാത്ത പല സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഇത്തരം സാധനങ്ങളൊക്കെ വീണ് കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യും? ചിലപ്പോ അതൊക്കെ നാശമാവും. ഇപ്പൊ എന്താ പറയാ ഇത്തരം സാധനങ്ങൾ ചില കാർപ്പറ്റുകളിലൊക്കെയാണ് വീണേക്കണമെങ്കിൽ നമ്മൾ ഈ ക്ലോറിൻ പോലെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഹൈപ്പോക്ലോറൈറ്റ് സോഡിയം ഒക്കെ ഉപയോഗിച്ച് കഴിയുമ്പോഴേ ഡിസിൻഫെക്ട് ആക്കാൻ വേണ്ടിയിട്ട് അണുവിമുക്തമാക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഇത്തരം വസ്തുക്കളൊക്കെ ചിലപ്പോൾ നശിച്ചു പോകും. സോഫ്റ്റ് ഫർണിഷിംഗ് ആണെങ്കിലൊക്കെ നശിച്ചു പോകും. അപ്പോൾ ഇറ്റ് ഈസ് സജസ്റ്റഡ് ദാറ്റ് പൊല്യൂട്ടഡ് സോഫ്റ്റ് ഫർണിഷിംഗ് ആൻഡ് കാർപ്പറ്റ്സ് unable to endure chemical disinfection should be made clean using hot water and a detergent or steamed clean. അതായത് ഒന്നില്ലെങ്കിൽ സ്റ്റീം പുഴുങ്ങിയൊക്കെ ഇട്ടെ അങ്ങനെ ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ എന്താ പറയാ ഡിസിൻഫെക്റ്റന്റ് ആയിട്ടുള്ള കെമിക്കൽസ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യണം. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഇത്തരം ഫർണിഷിങ്സോ കാർപ്പറ്റ്സോ ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വേണം പിന്നീട് ഉപയോഗിക്കാനായിട്ട്. അതാണ്. അല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കുന്നത് ഡിസ്കാർഡ് ചെയ്തേക്കണം. ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ആ ഭാഗം അത്തരം നേരിട്ട് ഫ്ലോറിലല്ല ഈ പറയുന്ന കുറെ കാർപ്പറ്റുകളോ അങ്ങനെ ചവിട്ടിയോ അങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടുന്നുണ്ടാവുമല്ലോ, അവിടെയൊക്കെ വീണിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്താ ചെയ്യാ ഡിസിൻഫെക്റ്റന്റ് ആക്കിയതിനു ശേഷം മാത്രം റീയൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഇപ്പൊ പഠിച്ചത് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് എങ്ങനെ എന്താണെന്നും അത് ഏതൊക്കെയാണെന്നും അതെങ്ങനെ നമ്മൾ മാനേജ് ചെയ്യും എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പൊ പഠിച്ചത്. ലിക്വിഡ് വേസ്റ്റ് മാനേജ്മെന്റ് നമ്മൾ എടുക്കേണ്ട സ്റ്റെപ്സും ഇത്രയും കാര്യങ്ങൾ ഇന്ന് പറഞ്ഞിട്ടുള്ളൂ. അടുത്ത ദിവസം നമ്മൾ പുതിയത് അടുത്ത മെറ്റീരിയലാണ്. അതായത് നമ്മൾ ഒരുപാട് മെറ്റീരിയൽസ് പറഞ്ഞല്ലോ. രണ്ടാമത്തേത് പറഞ്ഞ കെമിക്കൽസ് ആണ്. ആ കെമിക്കൽസിൽ വരുന്ന ഒന്നാണ് മെർക്കുറി. മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് എങ്ങനെ മാനേജ് ചെയ്യും? എല്ലാത്തിലും പ്രൊട്ടക്ഷൻ എടുക്കുന്ന കാര്യത്തില് മെയിൻ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഏകദേശം ഒരുപോലെ തന്നെയാണ്. കുറച്ച് 1-2 പോയിന്റ് മാത്രമേ ഡിഫറെന്റ് ആയിട്ട് വരുന്നുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ്. എല്ലാത്തിലും അതായത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ഉപയോഗിക്കണം, സ്പില്ലായി സാധനം ക്ലീൻ ചെയ്യണം, അതിന്റെ സാധനം ഉപയോഗിച്ച് ക്ലീൻ ചെയ്യണം എന്നൊക്കെ പറയുന്നതൊക്കെ കോമൺ ആയിട്ട് എല്ലാത്തിലും വരുന്നതാണ്. 1-2 പോയിന്റുകൾ മാത്രമേ ഡിഫറെന്റ് ആയിട്ട് വരുന്നുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? എത്ര നേരം ഇവിടെ കണ്ടു പറഞ്ഞതൊക്കെ ക്ലിയർ ആണ് സാർ. ഓക്കെ. അപ്പൊ ഇത്രയും ഭാഗം ഫസ്റ്റ് തുടങ്ങി. ഇന്നും ചില വായിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ആ ചാപ്റ്ററിന്റെ തുടക്കം തുടങ്ങി ഒന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. നമ്മളെടുത്ത പോർഷൻ വരെ ഒന്ന് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ കയറാം. ഓക്കെ, അപ്പൊ അടുത്ത ദിവസം കാണാം. ബൈ.
ഓക്കെ താങ്ക് യു മിസ് അടുത്ത ക്ലാസ് ഉണ്ടോ അടുത്ത ക്ലാസ് ഉണ്ട്. ആ ഓക്കെ മിസ്